ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവാണ്. ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി. വിശാല മാനവികതയുടെ വെള്ളൈപ്രാവായ സുരേഷ് ഗോപി എന്ന BJPയുടെ കേരള ചരിത്രത്തിലെ തന്നെ ആദ്യ ലോക്സഭാംഗം സിനിമാ തിരക്കുകൾക്കിടയിൽ വായിച്ചു മനസ്സിലാക്കാൻ വിട്ടുപോയ ചരിത്രം ആദ്യം അല്പം പറയാം. അടിയന്തരാവസ്ഥ കാലത്ത് RSSനെ നിരോധിക്കുന്ന ജൂലൈ 4 മുൻപ് ജൂൺ 30 RSS സർസംഘചാലക് ബാലാസാഹിബ് ദേവറാസ് ഇന്ദിരയുടെ പോലീസിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റിന് മുമ്പ് ബാലാസാഹിബ് ദേവറാസ് സംഘപ്രവർത്തകർക്ക് ഇങ്ങനെ എഴുതി: അലഹബാദ് വിധി ശ്രീമതി ഗാന്ധിയുടെ സമനില തെറ്റിച്ചതുപോലെ തോന്നുന്നു. അവർ ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നു. ഇതിനെ സർവശക്തി ഉപയോഗിച്ച് എതിർക്കണം. ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുന്നതുവരെ സംഘപ്രവർത്തകർക്ക് വിശ്രമമില്ല. 1975 ഒക്ടോബർ 2 ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന കവിവാക്യവും കൂട്ടിലിട്ട തത്തയുടെ ചിത്രവും അടങ്ങിയ പോസ്റ്റർ കേരളത്തിന്റെ തെരുവുകളിൽ അങ്ങോളം ഇങ്ങോളം പ്രചരിപ്പിക്കപ്പെട്ടു. ഇന്ദിരയോടെന്ന പോലെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന K. കരുണാകരനോടുമുള്ള RSSന്റെ പ്രതിഷേധമായിരുന്നു അത്. ആ ഇന്ദിര ഇന്ന് ഒരു BJP നേതാവിനാൽ ഭാരതത്തിന്റെ മാതാവും കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവുമൊക്കെയാകുന്നത് കാണുമ്പോൾ പോയകാല ചരിത്രം സംഘപരിവാർ പോരാട്ടങ്ങളെ നോക്കി തേങ്ങുന്നുണ്ടാകണം. സ്വാതന്ത്ര്യ സമരത്തിലൂടെ രാജ്യത്തെ ഒറ്റുകൊടുത്ത RSSന് അടിയന്തരാവസ്ഥ കാലത്ത് സ്വന്തം പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. AB വാജ്പേയിയും ബാലാസാഹിബ് ദേവറസും ജയിലിൽ കിടന്ന ഇന്ദിരയ്ക്ക് മാപ്പപേക്ഷ എഴുതിയ നാണം കെട്ട രാഷ്ട്രീയത്തിന്റെ ചരിത്രം. അങ്ങനെ നോക്കിയാൽ BJPക്ക് പണ്ടേ ഇന്ദിര മാതാവ് തന്നെയാണ്. ഒരുപക്ഷെ അതാകണം സുരേഷ് ഗോപി പറഞ്ഞത്. കേരളത്തിലെ BJPയേക്കാൾ വലുതാകുന്ന സുരേഷ് ഗോപിയെ K. സുരേന്ദ്രൻ അടക്കമുള്ളവർ മൗനത്തിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നതോ ഗത്യന്തരമില്ലാതെ മിണ്ടാതിരിക്കുന്നതോ? സുരേഷ് ഗോപിയിലൂടെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നു BJP കേന്ദ്ര നേതൃത്വം. ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി അഡ്വക്കേറ്റ് N. ലാൽകുമാർ, ഇടത് സഹയാത്രികൻ, പ്രൊഫസർ റോണി K. ബേബി, കോൺഗ്രസ് നേതാവ്, രാഹുൽ ഈശ്വർ, വലത് നിരീക്ഷകൻ എന്നിവരാണ്. രാഹുൽ ഈശ്വർ അല്പസമയത്തിനകം തന്നെ ചർച്ചയിൽ ചേരും. ഞാൻ ആദ്യം പ്രൊഫസർ റോണി K. ബേബിയിലേക്ക് പോകുകയാണ്. ശ്രീ റോണി K. ബേബി, കോൺഗ്രസ് പോലും കാണാത്ത തരത്തിലാണ് ഇന്ന് BJPയുടെ ഒരു കേന്ദ്രമന്ത്രി ഇന്ദിരാഗാന്ധിയെയും K. കരുണാകരനെയും ഒക്കെ പുകഴ്ത്തുന്നത്. പൊടുന്നനെയുള്ള ഇന്ദിര കരുണാകര സ്നേഹത്തിന് പിന്നിൽ എന്ത് രാഷ്ട്രീയമാണ്, എന്ത് അജണ്ടയാണ് എന്നാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് മനസ്സിലാക്കുന്നത്? ശ്രീമതി ഇന്ദിരാഗാന്ധിയെയും ബഹുമാന്യനായ ശ്രീ K. കരുണാകരനെയും പൂഴ്ത്തിക്കൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ വാക്കുകളും വാചകങ്ങളും പ്രസ്താവനകളും കേട്ടിട്ട് ഒരാവേശവും കോൺഗ്രസ്സുകാർക്കില്ല. അല്ലെ, മതേതര സംസ്കൃതി പുലർത്തുന്ന ആർക്കും ഒരാവേശവും തോന്നുന്നില്ല. കാരണം ഇതിന്റെ അകത്ത് വലിയ അപകട മണികളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു വലിയ അപകടത്തിന്റെ സൂചനയാണ് ഇന്ന് സുരേഷ് ഗോപിയിലൂടെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഒരു ശരാശരി നടനായിരുന്ന സുരേഷ് ഗോപി കേരളത്തിലെ ഒരു ശ്രദ്ധേയനായ നടനായി മാറുന്നത് രഞ്ജി പണിക്കരുടെ ശക്തമായ തിരക്കഥകളിലൂടെ, രഞ്ജി പണിക്കർ നൽകിയ ഭാഷ്യങ്ങളിലൂടെ, സംവിധാനങ്ങളിലൂടെയാണ്. അതിലൂടെ നടത്തിയ അഭിനയത്തിലൂടെ നമുക്കറിയാം ആ വാചകങ്ങളിലും അതിമാനുഷികമായി നടത്തുന്ന ഒരു പെർഫോമൻസ്, അതിലൂടെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ കേരളത്തിലെ ശ്രദ്ധേയനാകുന്നത്. ഇന്ന് സുരേഷ് ഗോപി അതുപോലെ തന്നെ രഞ്ജി പണിക്കർ എഴുതിയ ഒരു സ്ക്രിപ്റ്റ്, അതുപോലെ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ആ സ്ക്രിപ്റ്റിന് പിന്നിൽ സംഘപരിവാരമാണ്, RSS ആണ് എന്ന് കൃത്യമായി തിരിച്ചറിയുവാൻ നമുക്ക് ഇതിന്റെ അകത്ത് അധികം ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കേണ്ടതൊന്നുമില്ല. കാരണം വൈകാരികമായി പ്രാധാന്യമുള്ള ചരിത്ര ബിംബങ്ങളെ മാറോട് ചേർത്ത് സ്വന്തമാക്കുക എന്ന് പറയുന്ന ഒരു സംഘപരിവാരത്തിന്റെ ചരിത്രമുണ്ട് ഇന്ത്യയിൽ. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി, അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി, ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ആദ്യം നിരോധിച്ചത്. RSSനെതിരെ അതിശക്തമായ നിലപാടെടുത്ത നേതാവ് നമ്മുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേല. ആ വല്ലഭായ് പട്ടേലിന് വേണ്ടി 3000 കോടി രൂപയുടെ പ്രതിമ പണിയിച്ചുകൊണ്ട് ആ സർദാർ പട്ടേലിനെ പോലും ധൃതരാഷ്ട്ര ആലിംഗനം ചെയ്ത് സ്വന്തമാക്കുവാൻ വേണ്ടി ശ്രമിച്ച സംഘപരിവാരത്തിന്റെ ചരിത്രമാണ് ഇന്ന് സുരേഷ് ഗോപിയിലൂടെ ഇവിടെ കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം വളരെ വൈകാരികമായി അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന കേരളത്തിന്റെ മതേതര ചിന്തകളുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, കേരളത്തിന്റെ മതേതര മുഖമാണ് അത്. ശ്രീ K. കരുണാകരൻ മാത്രമല്ല, ബഹുമാന്യനായ ശ്രീ E. K. നായനാരും. അപ്പോൾ സുരേഷ് ഗോപി വളരെ ബോധപൂർവം E. K. നായനാരുടെ ഭവനത്തിലേക്ക് എത്തുന്നു, ശാരദ ടീച്ചറിനെ കാണുന്നു, ആലിംഗനം ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രിയപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള
ഇ.കെ. നായനാർ പിതൃതുല്യനാണ്, ഞാൻ അച്ഛനെന്നാണ് വിളിച്ചിരുന്നത് എന്ന് സുരേഷ് ഗോപി പറയുന്നു. അതുപോലെ തന്നെ മുരളി മന്ദിരത്തിലേക്ക് എത്തുന്നു, ബഹുമാനപ്പെട്ട കെ കരുണാകരന്റെ സ്മൃതി എത്തുന്നു. എന്നിട്ട് പറയുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ്, ആധുനിക കേരളത്തിന്റെ ശില്പിയാണ് കെ കരുണാകരൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്തുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ വളരെ വ്യക്തമാണ്. കാരണം ഞാൻ കൃത്യമായി ഇവിടെ സുരേഷ് ഗോപിയുടെ നിലപാടിൽ അദ്ദേഹം പറയുന്നു ഞാൻ പാർട്ടിക്ക് അതീതനാണ്, ഞാൻ ബി.ജെ.പിക്ക് അതീതനാണ്, ബി.ജെ.പിയുടെ രാഷ്ട്രീയത്തിന് അതീതനാണ്. എങ്കിൽ ഞാൻ പറയാണ്, അങ്ങ് ബി.ജെ.പിയുടെ രാഷ്ട്രീയത്തിന് അതീതനാണെങ്കിൽ അങ്ങ് ഗുജറാത്ത് കലാപത്തെ വിമർശിക്ക്, അങ്ങ് മണിപ്പൂർ കലാപത്തെ വിമർശിക്ക്. എവിടെയൊക്കെ സംഘപരിവാരത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുഴുക്കുത്തുകളായി മാറിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സംഭാവനകളെ അദ്ദേഹം വിമർശിക്ക്. എന്നിട്ട് അദ്ദേഹം ഒരു പൊതു സ്വീകാര്യനായി മാറാൻ ശ്രമിക്കുക. ഇത് വളരെ വ്യക്തമാണ്, ഇത് വളരെ അപകടകരമായ സൂചനയാണ്. കേരളത്തിന്റെ മതേതര മനസ്സിനെ പിന്നെ ഇളക്കുന്നതിന് വേണ്ടി, ചഞ്ചലത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായി തന്നെ ഒരു അവതാര പുരുഷനായി ഇവിടെ സുരേഷ് ഗോപിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതിന്റെ കൃത്യമായ ഒരു സ്ക്രിപ്റ്റ് രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ സംഘപരിവാരത്തിന്റെ അജണ്ട നടപ്പാക്കാൻ ഞാൻ വളരെ എന്താ കെ കരുണാകരനാണെങ്കിലും അല്ലെ ഇ.കെ. നായനാണെങ്കിലും ഇപ്പൊ വലിയ മതേതര പിൻബലങ്ങളാണ് അവരെയൊക്കെ അങ്ങനെ അങ്ങ് വൈകാരികമായി സമീപിച്ച് അവരെ പിന്തുണയ്ക്കുന്നവരുടെ പിന്തുണ അങ്ങ് മേടിച്ചെടുക്കാമെന്നാണ് സുരേഷ് ഗോപി കരുതുന്നെങ്കിൽ മതേതര കേരളം ഒറ്റത്തായി ഇതുപോലുള്ള ഭ്രാന്ത് ഞാൻ ഒറ്റ കാര്യങ്ങൾ പറഞ്ഞോട്ടെ. പൂരങ്ങളുടെ നാടാണ് തൃശ്ശൂര്. ഇത് വരാൻ പോകുന്ന വലിയ തൃശ്ശൂർ പൂരത്തിന് മുമ്പിലുള്ള സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് സുരേഷ് ഗോപിയോട് വരാനിരിക്കുന്നത്. ഇനിയും വലിയ നീക്കങ്ങൾ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശരി രാഹുൽ ഈശ്വർ, ആ വൈകാരികതയെ മുതലെടുക്കാനാണോ സുരേഷ് ഗോപിയുടെ ശ്രമം? നോക്കൂ, ഭാരത മാതാവാണോ കോൺഗ്രസിന്റെ മാതാവാണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. ഇവിടെ RSSും BJPയും ഇന്ദിരാഗാന്ധി എന്ന ലീഡറെ കണ്ടിരുന്ന ഒരു പൊളിറ്റിക്കൽ ലൈനുണ്ട്. നിലവിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് മുന്നിൽ മാധ്യമങ്ങൾ മൈക്ക് നീട്ടുന്നത് സുരേഷ് ഗോപി എന്ന അഭിനേതാവിന്റെ പ്രതികരണം കേൾക്കാനല്ല, അത് BJPയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ആദ്യമായി ലോക്സഭയിലേക്ക് പോയ ഒരു BJP നേതാവിന്റെ പ്രതികരണത്തിനാണ്. അങ്ങനെ ഒരാളാണ് ഈ വിധം കരുണാകരനെയും ഇന്ദിരാഗാന്ധിയും ഒക്കെ കോട്ട് ചെയ്യുന്നത്. അത് ഈ റോണി കെ ബേബി പറഞ്ഞ തരത്തിൽ ഒരു മലയാളിയുടെ ഒരു ഭൂരിപക്ഷ ബോധ നിർമ്മിതി ഉണ്ടല്ലോ, അതിനെ ഇങ്ങനെ വൈകാരികമായി ഉപയോഗിക്കാമെന്നുള്ള ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണോ? രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത് 100% രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമല്ല എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയല്ല, 100% കക്ഷി രാഷ്ട്രീയം, സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കളികളിൽ നിന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സുരേഷ് ഗോപിയെ പോലൊരു വ്യക്തി ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായി നമ്മൾ കാണരുത്. രാഷ്ട്രീയത്തിന് അതീതമായി ജനമനസ്സിൽ ഹൃദയമുള്ള, ജനങ്ങളുടെ ഇടയിൽ ഒരു നെറേറ്റീവും നിലപാടും മുമ്പോട്ട് വെക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള വ്യക്തികളെ അല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും പ്രസ്താവനയിൽ എടുത്തു നോക്കൂ. ഇന്ന് മാത്രമല്ല, അദ്ദേഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സംസാരിക്കുന്ന വ്യക്തിയാണ്. നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറയുന്ന പാലാപിതാവിൻ്റെ അരമനയുടെ മുമ്പിൽ ചെന്ന് നിന്ന് അദ്ദേഹം പറയുകയാണ്, മേലാൽ എന്നോട് നാർക്കോട്ടിക് ജിഹാദ് എന്ന വാക്ക് പോലും ചോദിക്കരുത്, ആ വൃത്തികെട്ട വാക്ക് എന്നോട് ചോദിക്കരുതെന്ന് പറയുന്ന നന്മയുടെ പേരാണ് ശ്രീ സുരേഷ് ഗോപി. അത് മാത്രമല്ല, അല്ലെങ്കിൽ താൻ ബിസ്മി ചൊല്ലി പരിശുദ്ധമായ നോമ്പ് തുറക്കാൻ, മുസ്ലിം സഹോദരങ്ങൾക്ക് വളരെ പവിത്രമായ നോമ്പ് തുറക്കുന്നതിന് പ്രാർത്ഥന ചൊല്ലി നോമ്പ് തുറക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ കഴിയുന്ന, ഇസ്ലാമോഫോബിയ കൂടി നിൽക്കുന്ന കാലത്ത് പോലും പറയാൻ കഴിയുന്ന ഒരു സുരേഷ് ഗോപി അല്ലേ കേരളത്തിൻ്റെ അസറ്റ്? അപ്പോൾ അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടുന്ന നല്ല അയ്യപ്പ. ഇപ്പോൾ താങ്കൾ പറയുന്ന വിശാലമായ പൊളിറ്റിക്സ് ആണ് സുരേഷ് ഗോപി ഇവിടെ പ്രയോഗിക്കുന്നത് എന്നൊക്കെ സാധാരണ യുക്തിക്ക് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി സ്വതന്ത്രനായിട്ട്, പൊതു സ്വതന്ത്രനായിട്ട് തൃശ്ശൂരിൽ മത്സരിക്കണമായിരുന്നു. മത്സരിച്ചത് അങ്ങനെയല്ലല്ലോ, അത് BJPയുടെ പ്രതിനിധിയായിട്ടാണ്. അപ്പോൾ ആ BJPയുടെ പ്രതിനിധി പറയുന്ന കാര്യങ്ങളിൽ BJPയുടെ രാഷ്ട്രീയം ഉണ്ടാകണ്ടേ? ഇവിടെ ഇപ്പോൾ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചു, അടിയന്തരാവസ്ഥ കാലത്തുൾപ്പെടെ BJPയും RSSും അല്ലെങ്കിൽ പൊതുവെ സംഘപരിവാർ എന്ന് നമുക്ക് ഇപ്പോൾ പറയാം, ആ സംഘപരിവാർ എന്ത് നിലപാടാണ് ഇന്ദിരാഗാന്ധിയോട് സ്വീകരിച്ചത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ. ആ കെ കരുണാകരനെതിരെയാണല്ലോ കേരളത്തിൽ വലിയ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തതും ആ നിലയിൽ കാര്യങ്ങൾ പോകുകയും ചെയ്തത്. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തെ, ചരിത്രത്തെ സുരേഷ് ഗോപി പാടെ മറക്കുമ്പോൾ കേരളത്തിലെ ഉൾപ്പെടെ BJP നേതൃത്വം മിണ്ടാതിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ സുരേഷ് ഗോപി ലൈനിലേക്ക് BJP പൂർണ്ണമായി മാറിയെന്നാണോ? അവിടെയാണ് ഈ സമന്വയത്തിന്റെയും സമവായത്തിന്റെയും പേരല്ലേ ഇന്ത്യ. വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്നും ഉണ്ടാകും, പക്ഷേ ആ അഭിപ്രായങ്ങൾക്കിടയിൽ യോജിപ്പ് കണ്ടെത്തുന്നതല്ലേ നമ്മൾ മാത്രമല്ലല്ലോ. നമ്മളുടെ രാഷ്ട്ര നിർമ്മാതാക്കളായ മഹാത്മാഗാന്ധിയും നേതാജിയും ഒക്കെ എത്ര ശക്തമായി വിയോജിച്ചിട്ടുണ്ട്, പക്ഷേ അവർക്കിടയിൽ യോജിപ്പിന്റെ മേഖല കണ്ടെത്തുക. നോക്കൂ, ഇപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന പേരിനൊപ്പം നമ്മൾ എല്ലാ കാലത്തും ചേർത്ത് വെച്ച BJP ആയാലും സംഘപരിവാർ ആയാലും ഒക്കെ പറയുന്നത് അടിയന്തരാവസ്ഥയെ കുറിച്ചാണ്. മാത്രമല്ലല്ലോ ഇന്ദിരാഗാന്ധി, കേട്ടില്ല, ഒന്നുകൂടെ പറയാം. അത് മാത്രമല്ലല്ലോ ഇന്ദിരാഗാന്ധി. BJP പൊളിറ്റിക്കലി ഇന്ദിരാഗാന്ധി ഉപയോഗിക്കുന്ന ലൈനിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ഒടുവിൽ BJP നേതാക്കൾ ഭരണഘടന തിരുത്തുമെന്ന് പറയുമ്പോൾ പോലും ഭരണഘടന ഏറ്റവും ആദ്യം മൃഗീയമായി തിരുത്തിയത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് എന്ന് പറയുന്നത്
പറയുന്ന BJP നേതാക്കളുടെ കാലത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങളോട് BJP ഈ നിലയിൽ ഇപ്പോൾ താദാത്മ്യം പ്രാപിക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു നിലപാട് പറയുമ്പോഴോ അവരുടെ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യുമ്പോഴോ അവർ പറയുന്ന എല്ലാ നിലപാടും യോജിക്കണമെന്നുണ്ടോ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് മഹാത്മാഗാന്ധി വിളിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. ഗാന്ധിജിയോട് തെറ്റിപ്പെരിഞ്ഞ് കോൺഗ്രസിന്റെ വെളിയിൽ പോയ വ്യക്തിയാണ്. അവിടെയാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന രാഷ്ട്രീയ തിമിരം കാരണം ഒന്നെങ്കിൽ അങ്ങ് അല്ലെങ്കിൽ ഇങ്ങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെയും അവിടെയും ഇല്ല, നമ്മൾ നിൽക്കുന്ന ഒരു ഇടമുണ്ട്, അല്ലെങ്കിൽ അവരും ഞങ്ങളുമല്ല, നമ്മളെന്നൊരു കാര്യമുണ്ട്. ആ നമ്മളെന്ന പൊതുബോധത്തെ ഊട്ടിയുറപ്പിക്കാൻ സുരേഷ് ഗോപി ഈ നടത്തുന്ന സമവായ ശ്രമങ്ങൾ, സമന്വയത്തിന്റെ ശ്രമങ്ങൾ ഒരു മലയാളി എന്ന രീതിയിൽ, ഇന്ത്യക്കാരൻ രീതിയിൽ നമ്മൾ അഭിമാനത്തോടെ കൈയടിക്കേണ്ടതാണ്. രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള ആളുകൾ ഭാരത മാതാവാണ് ഇന്ദിരാഗാന്ധി. സുരേഷ് ഗോപി എന്നൊരു വാക്ക് പറഞ്ഞു, ഒരുപക്ഷെ അങ്ങ് കേട്ട് കാണും, കോണ്ടെക്സ്ച്വൽ മീനിങ്. എന്റെ വാക്ക് പോലുമല്ല, കൃത്യമായി സുരേഷ് ഗോപി പറഞ്ഞു കോണ്ടെക്സ്ച്വൽ മീനിങ് എന്നൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ കാവ്യാത്മകമായ ഒരു കാര്യം പറയുകയാണ്, പോയറ്റിക്കായ ഒരു കാര്യം പറയുകയാണ് എങ്കിൽ അതിന്റെ മേലിൽ കടിച്ചു തൂങ്ങുന്ന രീതി അല്ലല്ലോ. സുരേഷ് ഗോപി ഒരു ഗവേഷണ പ്രബന്ധം എഴുതുകയല്ല. സുരേഷ് ഗോപി തന്റെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഹൃദയം കൊണ്ടാണ് പുള്ളി എന്നും സംസാരിച്ചിട്ടുള്ളത്. അതും കൂടെ നമ്മൾ അറിയണം. അതായത് ഹൃദയം കൊണ്ട് എന്നും സംസാരിക്കുന്ന, മുമ്പ് എന്താ പറയണേ, RSSന്റെ അടക്കമുള്ള ശബരിമല വിഷയങ്ങളിലെ നിലപാടുകളെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ മാറി നിന്നുകൊണ്ടോ ഒക്കെയാണ് സുരേഷ് ഗോപി തന്റെ നിലപാടെടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ പോസിറ്റീവായി ഇടപെടുന്ന ഒരാളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ. രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരം പോസിറ്റീവ് വോയിസുകൾ, അല്ലെങ്കിൽ പാർട്ടിക്ക് അന്ധമായി, ഏത് പാർട്ടിക്കാണെങ്കിലും അന്ധമായി ആത്മാവ് അടിയറ വെക്കാത്തവരുടെ വോയിസ്, അതല്ലേ കേരളം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഈശ്വറും സുരേഷ് ഗോപിയും പറയുന്ന ഇന്ദിരാഗാന്ധിയെ കുറിച്ചുള്ള ഈ ഭാരത മാതാവ് എന്ന വീക്ഷണമുണ്ടല്ലോ, അത് കോൺഗ്രസുകാർക്ക് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ടത്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധി രണ്ടാമത്തെ പ്രധാനമന്ത്രി ആയില്ല എന്നുള്ള ചോദ്യത്തിന് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പോലും അംഗീകരിക്കുന്നില്ല. അതിനർത്ഥം രാഹുൽ ഗാന്ധി സ്വന്തം മുത്തശ്ശിയെ അംഗീകരിക്കുന്നില്ല എന്നാണോ? പക്ഷേ ഇന്ദിരാഗാന്ധി ചെയ്ത പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റേഴ്സിൽ ഒരാളാണ്. ഇന്ന് എമർജൻസി രാഹുൽ ഗാന്ധി അംഗീകരിക്കോ? ഇല്ല. അപ്പോൾ ഒരാൾ ചെയ്ത നല്ല കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പൊതു റൂളേഴ്സാണ്, പൊതുധാരയാണ്. EMS എനിക്കും മുഖ്യമന്ത്രി ആവുന്നത് പോലെ, നമുക്ക് എല്ലാവരുടെയും ഏറ്റവും ആദരണീയനായ മുഖ്യമന്ത്രിയാവുന്നത് പോലെ ഇന്ദിരാഗാന്ധി ഈ നാട് കണ്ട ഏറ്റവും ശക്തിയായ പ്രധാനമന്ത്രിമാരിൽ ഒന്നാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങളെ, ഇല്ലാത്ത വിഷയങ്ങളെ ഊതിപ്പെരുപ്പിച്ച് അടുത്ത പ്രശ്നമുണ്ട്. സുരേഷ് ഗോപി പറഞ്ഞത് കരുണാകരന് ശേഷം മറ്റൊരു നേതാവിനെ പോലെ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. തൊട്ടു മുന്നിൽ ഈ ടേമിൽ കാലാവധി പൂർത്തിയാക്കിയ വി മുരളീധരനെ പോലും അപ്പോൾ സുരേഷ് ഗോപി കാണുന്നില്ല. എന്തുകൊണ്ട് ആ നേതാക്കൾ ഇല്ല എന്നുള്ള ചോദ്യമുണ്ട്. ഘട്ടത്തിലേക്ക് വരാം. ശ്രീ N. ലാൽകുമാർ, ഇവിടെ ഇപ്പോൾ ഒരുപക്ഷെ റോണി കെ ബേബി പറയുന്നത് പോലെ സ്വന്തമായി ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ ഇല്ലാത്തതിന്റെ അല്പത്തരം കൂടിയാണോ ഇത്? പക്ഷെ അവിടെയും ഒരു ടാക്ടിക്കൽ പൊളിറ്റിക്സ് ഉണ്ട് സുരേഷ് ഗോപി കളിക്കുന്നത്. നോക്കൂ, അംബേദ്കർ ഭാരതാംബയുടെ ഉത്തമ പുത്രൻ എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് BJP കേന്ദ്രങ്ങൾക്ക് വേണ്ടി. ഇനിയിപ്പോൾ സുരേഷ് ഗോപിയിലേക്ക് വന്നാൽ ഇവിടെ ആരൊക്കെയാണ് കോട്ട് ചെയ്യുന്നത്? ഇന്ദിരാഗാന്ധി, കരുണാകരൻ, നയനാർ. ഈ പേരുകൾ മലയാളിയുടെ പൊതുബോധത്തിൽ, വൈകാരികതയിൽ ഒക്കെ ആഴത്തിൽ വേരൂന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ പേരുകളെ വെറുതെ അങ്ങ് ഉപയോഗിക്കുന്നതാണ് എന്നാണോ നമ്മൾ കരുതേണ്ടത്? റോണി കെ ബേബി പറഞ്ഞതുപോലെ ഗാന്ധി വധത്തെ തുടർന്ന് ആദ്യമായി RSSനെ നിരോധിക്കുന്ന പട്ടേലിന്റെ പ്രതിമയ്ക്ക് വേണ്ടി 3000 കോടി ചെലവഴിച്ച നരേന്ദ്രമോദിയെ മാത്രം നേതാവായി കാണുന്ന സുരേഷ് ഗോപിയാണ്. നോക്കൂ, രാഹുൽ ഈശ്വറിന് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന് കരുതുന്നു. രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളോട് പൂർണ്ണമായും വിയോജിപ്പാണ് എനിക്കുള്ളത്. രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ വിയോജിക്കുന്നത് അതും കോണ്ടെക്സ്ച്വലിയാണ്. കാരണം നോക്കൂ, രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സാധാരണ മനുഷ്യന് കേൾക്കുമ്പോൾ വളരെ നിഷ്കളങ്കമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. അത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഗാന്ധിയൻ പൊളിറ്റിക്സിൻ്റെ, അദ്ദേഹം തന്നെ പറയുന്ന മിഡിൽ പാത്ത് എന്ന് പറയുന്ന ആശയം എടുത്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ഗാന്ധിയൻ മിഡിൽ പാത്തിലേക്ക് കൊണ്ടുവന്ന് ഈ പറയുന്ന സുരേഷ് ഗോപിയെ വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. സുരേഷ് ഗോപി 1-2 ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ പൊളിറ്റിക്സിലേക്ക് നിങ്ങൾ കൊണ്ടുവെക്കുന്നിടത്താണ് അതിനകത്തെ അപകടം ഇരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഗാന്ധിയൻ പൊളിറ്റിക്സിലേക്ക് ഇദ്ദേഹത്തെ അപ്രോപ്രിയേറ്റ് ചെയ്താലുള്ള കുഴപ്പം, അത് അപകടകരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്കാണ് കാര്യം പോകുന്നത്. നോക്കൂ, രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എടുക്കാം. അദ്ദേഹം പറഞ്ഞ ഒരു വരിക്കകത്തുണ്ട്,
ഈ പറഞ്ഞ നന്മയുടെ പേരാണ് സുരേഷ് ഗോപി. എന്ത്? ഇസ്ലാമോഫോബിയക്കെതിരെ സംസാരിച്ച വ്യക്തമായ നിലപാടെടുത്ത ഒരാളാണ് സുരേഷ് ഗോപി. ഈ ഇസ്ലാമോഫോബിയ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ കീഴിൽ നിൽക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ മോഡി പ്രചരണത്തിന് ഇറങ്ങിയ സ്ഥലങ്ങളിലൊന്നാണ് തൃശ്ശൂര്. ഇവിടെ ഇസ്ലാമോഫോബിയ പറഞ്ഞില്ലെന്നുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ യു പിയിലും ബീഹാറിലും ഈ പറയുന്ന രാജസ്ഥാനിലും ഒക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മൊത്തം ഇസ്ലാമോഫോബിയാണ്. അത് സാധാരണ മനുഷ്യൻ്റെ സാധാരണ ചിന്തയിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഇസ്ലാമോഫോബിയ പറഞ്ഞ് പ്രചരിപ്പിച്ച് അതിൻ്റെ നടുക്കഷ്ണം തിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രിയായ ആളാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ കീഴിൽ മന്ത്രിയായിട്ടിരുന്നിട്ട് പറയുക നന്മയുടെ നല്ല പേര്, എന്ത് പേര്? ഇസ്ലാമോഫോബിയക്കെതിരെ നിലപാടെടുത്തു. ഇതൊക്കെ രണ്ടും കൂടെ പറയണമെങ്കിൽ വേറെ വലിയ സംഭവം വേണം. ഞാൻ രാഹുൽ ഈശ്വറിനെ പറയുന്നുള്ളതല്ല, രണ്ടും കൂടെ ചെയ്യുന്ന സുരേഷ് ഗോപിയാണ് എൻ്റെ പ്രശ്നം. നിങ്ങൾ ഈ പറയുന്ന BJP രാഷ്ട്രീയത്തിന് മേളിൽ കൊണ്ടുവെക്കാൻ പറ്റുന്ന ഒരാളല്ല സുരേഷ് ഗോപി. BJP രാഷ്ട്രീയത്തിൻ്റെ എല്ലാ അധമ ചിന്തകളുടെയും പ്രോഡക്റ്റ് തന്നെയാണ് സുരേഷ് ഗോപി. നിങ്ങൾ 3-4 സ്റ്റേറ്റ്മെൻറ്റ് പറയുക, അയ്യോ ഈ മനുഷ്യൻ പാവമാണ്, ഈ മനുഷ്യൻ എന്തൊരു നിഷ്കളങ്കനാണ്, ഇത് സ്ത്രീകളിലേക്ക് ചെന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഈ മനുഷ്യൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയം സാധാരണ രാഷ്ട്രീയമല്ല. എന്നാൽ പിന്നെ സാധാരണക്കാരൻ ഈ ഗാന്ധിയൻ ചിന്തയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നായിരുന്നു. ഇച്ചിരൂടെ മിഡിൽ ക്ലാസ്സിൽ രാഹുൽ ഈശ്വർ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് നീങ്ങാമായിരുന്നല്ലോ. രാഹുൽ ഈശ്വർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈ പറഞ്ഞ ഇൻക്ലൂസീവ്നെസ്സും എല്ലാ കാര്യങ്ങളും കോൺഗ്രസ്സുകാർ ഇപ്പോൾ അത് അനുവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയം, അത് വിമർശനാത്മകമാണ്. പക്ഷേ ഈ പറയുന്ന മഹാത്മജിയുടെ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു കോൺഗ്രസ്സുകാരനായി ഈ പറയുന്ന സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങാമായിരുന്നല്ലോ. അപ്പം അങ്ങനല്ല, ഇന്ത്യയിൽ വർഗീയത പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യിക്കുന്ന, മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ഏലിനേറ്റ് ചെയ്യിപ്പിക്കുന്ന, ഈ നാടിൻ്റെ എല്ലാമായ ഒരു ചരിത്രത്തെ റദ്ദ് ചെയ്ത ഹിന്ദു ചരിത്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന, ഹിന്ദു ഭൂമിയാക്കാൻ ശ്രമിക്കുന്ന, ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന സംഘപരിവാറിൻ്റെ കീഴിലുള്ള BJPയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ കീഴിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതിന് കൂടുതൽ അലങ്കാരമൊന്നുമില്ല. അത് എത്ര അലങ്കരിച്ചാലും ഒക്കത്തുമില്ല. അത് നിങ്ങൾ 100 മണിക്കൂർ ഇവിടെ വന്നിരുന്ന് ഈ മനുഷ്യന് അവിടെ ചെന്ന് സൈക്കിൾ കൊടുക്കുന്നു, ഈ മനുഷ്യൻ ഓരോ വീട്ടിലും അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന അധമ രാഷ്ട്രീയത്തിന് ഒന്നും വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. രാഹുൽ ഈശ്വർ, ഇത്തരത്തിലുള്ള സെലക്റ്റീവായ പ്രതികരണങ്ങൾ മാത്രം ഇപ്പോൾ താങ്കൾ എടുത്തു പറഞ്ഞ വിഷയങ്ങളടക്കം അതല്ലല്ലോ സമീപകാല ചരിത്രത്തിൽ ഇന്ത്യ കണ്ടത്, രാജ്യം കണ്ടത്. ശരി, മറുപടി ഒരു മിനിറ്റ് രാഹുൽ ഈശ്വർ. ലാൽകുമാർ, ആ പോയിന്റ് പൂർത്തിയാക്കാനുണ്ടെങ്കിൽ പൂർത്തിയാക്കിക്കോളൂ. ഇല്ലെന്ന് തോന്നുന്നു. ശ്രീ ലാലിനൊരു മറുപടി പറഞ്ഞോട്ടെ, ഞാൻ വന്നോളാം. ശരി, രാഹുൽ പറഞ്ഞോളൂ. ശ്രീ ലാലിനുള്ള മറുപടി 1947 ഓഗസ്റ്റ് 15 ഉച്ചയ്ക്ക് 2 മണിക്ക് കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളെ കാണുമ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അന്ന് മഹാത്മാഗാന്ധി കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളോട് അപേക്ഷിക്കുന്ന ഒരു കാര്യം, നമ്മൾ തമ്മിൽ എന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകളാണ്, ഞാൻ സോഷ്യലിസ്റ്റാണ്, എല്ലാ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു, പക്ഷേ നമ്മൾ ഒരുമിച്ച് നിന്ന് ഹിന്ദു മുസ്ലിം ഐക്യം സംരക്ഷിക്കണം. ആര് ഹിന്ദു മുസ്ലിം ഐക്യം സംരക്ഷിക്കുകയാണെങ്കിലും അവരെ നമ്മൾ സംരക്ഷിക്കുകയും ഒരുമിച്ച് നിർത്തുകയും വേണം. ആലോചിച്ച് നോക്കുമോ ശ്രീ ലാൽ തന്നെ, ഇത്രയധികം ഇസ്ലാമോഫോബിയ ഉണ്ടെന്ന് ലാൽ പറയുന്ന പല കാര്യങ്ങളും ശരിയാണ്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത്രയും ഇസ്ലാമോഫോബിയയുടെ പ്രചരണം വന്നത്, അതിനെതിരെ RSSന്റെ മോഹൻ ഭഗവത് അടക്കം ഇന്ദ്രേഷ് കുമാർ അടക്കമുള്ള പലരും ഒളിഞ്ഞും തെളിഞ്ഞും നേരിട്ടും അല്ലാതെയും പ്രസ്താവനകളും നടന്നു കണ്ടു. നമ്മുടെ ഡെക്കോറം താന്നു, മാന്യത ഇല്ലാതായി. ഇത് വിമർശിക്കുന്നത് രാഹുൽ ഈശ്വർ അല്ല, RSSന്റെ പൂജനീയ സർസംഘാലക് മോഹൻ ഭഗവത്ജിയാണ്. അവരടക്കം ഇനി വിമർശനങ്ങൾ പറഞ്ഞു. ബെൻസ്വാരയിലെ പ്രസംഗങ്ങളൊന്നും നല്ലതാണെന്ന് ഹൃദയത്തിൽ കൈവച്ച് ഒരു ഇന്ത്യക്കാരന് പറയാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മംഗളസൂത്രം പോലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. ബാബറി മസ്ജിദ് പറഞ്ഞോട്ടെ ഒരു അതിന്റെ ഇടയ്ക്കും താൻ 35 വർഷമായി നോമ്പ് നോക്കുന്ന വ്യക്തിയാണെന്നും ബിസ്മി ചൊല്ലി നോമ്പ് തുറക്കാൻ അറിയാമെന്നും നമ്മുടെ ഇടയിൽ ഐക്യം വേണമെന്നും ഒരാൾ പറഞ്ഞാൽ ആ ഒരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? മുസ്ലിം വിരുദ്ധ പ്രസംഗത്തെ കൂടി തള്ളി പറയാൻ ഈ സുരേഷ് ഗോപിക്ക് ആകണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കണ്ടേ? ഈ സുരേഷ് ഗോപി നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കണ്ടേ? നമ്മൾ കുറച്ച് ഒരു കാര്യം ചോദിച്ചോ, നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കണ്ടേ? ഏതെങ്കിലും പാർട്ടിയിൽ അദ്ദേഹത്തിന് മേലെ നിൽക്കുന്ന നേതാവിനെ പേരെടുത്ത് ആർക്കെങ്കിലും തള്ളി പറയാൻ കഴിയുമോ? പക്ഷേ ഒരു വരി ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ.
ഏത് വേണം നമ്മൾ മലയാളികൾക്ക്? തുപ്പൽ ജിഹാദ് ഉണ്ടെന്ന് പറയുന്ന, ഇനി മറ്റേ ടിപ്പു സുൽത്താൻ ചീത്തയാണെന്ന് പറയുന്ന, ഗണപതിയോട്ട് മാറ്റണമെന്ന് പറയുന്ന, ഹലാൽ ജിഹാദ് ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരാണോ ഈ കേരളത്തിന് വേണ്ടത്? അതോ അങ്ങനെയല്ല, എല്ലാവരും ഒരുമിച്ച് പോകുന്നതും എല്ലാവർക്കും ഐക്യം വേണമെന്ന് പറയുന്നതും? എന്തിന് ശ്രീ സുരേഷ് ഗോപി എടുത്തു പറയുകയുണ്ടായി, എനിക്ക് ഇന്നേ വരെ വോട്ട് കിട്ടാത്ത പല മേഖലകളിലെ SDPI അടക്കമുള്ള പാർട്ടികളിലെ ചില ആൾക്കാർ വോട്ട് ചെയ്തു. ശ്രീ ലാൽകുമാർ നോക്കൂ, ഇവിടെ ഇപ്പോൾ BJP ഇത്രയും നാൾ മുന്നോട്ട് വെച്ച പൊളിറ്റിക്സ് ഒക്കെ അവർ മറന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ സുരേഷ് ഗോപി ലൈനാണ് കേരളത്തിൽ BJPയുടേതായി നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെയൊന്നുമല്ല. സുരേഷ് ഗോപിക്ക് ഒരു സ്വതന്ത്ര ലൈൻ ഉണ്ട്. ലാൽകുമാർ പറയൂ. ഞാൻ പറയാം. ഞാൻ പറയാം. സ്വതന്ത്ര ലൈൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. കാര്യം സുരേഷ് ഗോപിക്ക് BJPയുടെ ടാഗ് ലൈനിൽ നിന്ന്, താമര ചിഹ്നത്തിൽ അടയാളത്തിൽ നിന്നിട്ട് സുരേഷ് ഗോപിക്ക് സ്വതന്ത്രമോ? ഇത് പറയുന്ന നമ്മൾ പച്ചരി കൂട്ടിയ ചോറിന് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മളിവിടെ ജീവിക്കുന്ന ആൾക്കാരല്ലേ? നിങ്ങൾ രാഷ്ട്രീയം പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയം പറയണ്ടേ? അത് നിങ്ങൾ പറയുന്ന സ്വതന്ത്ര നിലപാടുണ്ടെങ്കിൽ വേറെ വല്ല പണിക്കും പോകണം, വേറെ വല്ല ചിഹ്നത്തിൽ നിൽക്കണം. BJPയുടെ കീഴിൽ നിന്നിട്ട് ഇതൊക്കെ ശരി അല്ല. അത് പോട്ടെ, അതിൽ പുറയിലേക്ക് വരാം. നമ്മുടെ രാഹുൽ ഈശ്വർ എനിക്ക് എത്ര സ്നേഹമുള്ള ആളാണ്. അത് പറയുന്ന കേക്ക്. അത് എന്തിനാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്തിനാന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഞാൻ എൻ്റെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടോ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. അതാണ് എനിക്ക് തോന്നുന്നത് അവിടെ. പിന്നെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടപ്പം മതസൗഹാർദ്ദത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ശരി, ഇറങ്ങി വന്നപ്പോഴത്തേന് RSSകാരും കൂട്ടിനും കൂടെ ചേർന്ന് വെടിവെച്ച് കൊന്നില്ലേ? കൊന്നോ? ആരാ കൊന്നോ? കമ്മ്യൂണിസ്റ്റുകാരാണോ കൊന്നത് ഗാന്ധിജിയെ? ആണോ? വെടിവെച്ച് കൊന്നതാരാ? ഈ പറയുന്ന ഈ ഹാഫ് നേക്കഡ് ഫക്കീറിനെ പറയുന്ന കേൾക്കൂ. എനിക്കറിയാമല്ലോ, ഞാൻ ചരിത്രം പഠിക്കാത്ത ആളല്ലല്ലോ. സവർക്കർ അവിടെ എത്രാമത്തെ പ്രതിയായിരുന്നു എനിക്കറിയാമല്ലോ. ഞാൻ പറയുന്ന കേൾക്കൂ. ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയമാണോ കൊന്നത്? ഗോഡ്സ് RSS എന്നുള്ള വിട്. RSS എന്നുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ എക്സോണറേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പൊസിഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. രാഹുൽ ഈശ്വർ റെഫ്യൂട്ട് ചെയ്യുമോ? ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഈ പറയുന്ന മഹാത്മജിയെ കൊന്നെന്നുള്ള കാര്യത്തിൽ റെഫ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഹിന്ദുത്വം തന്നെയാണ് കൊന്നത്, ഒരു സംശയം വേണ്ട. നിങ്ങൾ RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേസിന് പോകുന്ന പറയുന്നത്. വേണ്ട, ഞാൻ തിരിച്ചു പറയുന്നു. ഹിന്ദുത്വം അല്ല കൊന്നൊരു അഭിപ്രായം ഉണ്ടോ? ഹിന്ദുത്വം തന്നെയാണ് കൊന്നത്, കമ്മ്യൂണിസം അല്ല കൊന്നത്. എത്ര ശബ്ദം താങ്കൾ ഉയർത്തി പറഞ്ഞാലും താങ്കൾക്ക് അതിനകത്ത് വിജയിക്കാൻ പറ്റില്ല. ചിത്പവൻ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ ഹെജിമണിക്കൽ ഡോമിനൻസിന്റെ ഭാഗം തന്നെയാണ് മഹാത്മജിയെ ഈ വെടിവെച്ച് കൊല്ലാൻ കാരണം. എനിക്ക് രാഹുൽ ഈശ്വറിനെ ഞാൻ ആ ചരിത്രം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. രാഹുൽ ഈശ്വറിന് അറിയാവുന്ന ചരിത്രമാണ്. നിങ്ങൾക്ക് എത്ര ട്വിസ്റ്റ് ചെയ്താലും എത്ര ടേൺ ചെയ്താലും ഈ നാടിന്റെ ചരിത്രം മാറില്ല. അടുത്തത് RSSന്റെ സർസംഘചാലക് പറഞ്ഞു പോലും. 10 വർഷം കഴിഞ്ഞപ്പോൾ 10 വർഷം ഇവർ മിണ്ടിയിട്ടില്ല ഉണ്ടോ? നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ മുന്നിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന ഒരു RSSനെയാണ് കഴിഞ്ഞ 10 വർഷം കണ്ടത്. കഴിഞ്ഞ 10 വർഷം രാഹുൽ ഈശ്വറിന് ഒരു കേസ് എടുത്ത് പറയാമോ എൻ്റെ അടുക്കൽ ഈ പറയുന്ന നരേന്ദ്രമോദിയെ RSS വിമർശിച്ചത്? RSSന്റെ വഴിപോക്കന്മാർ ആരേലും നരേന്ദ്രമോദിക്ക് എതിരെ പറഞ്ഞത് ഒരെണ്ണം പറയാവോ? പറയത്തില്ല, പറഞ്ഞിട്ടില്ല. ഇപ്പൊ കുഴപ്പം എന്താ? ഈ പറഞ്ഞ ഇന്ത്യ മുന്നണി ശക്തമായ ഒരു പൊസിഷനിലേക്ക് വന്നപ്പം, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെ വന്നപ്പം, BJPക്ക് അകത്തുനിന്ന് തന്നെ അടർത്തിയെടുക്കാൻ ഒരു സ്കോപ്പ് RSSനുള്ളപ്പം RSSന്റെ പൊളിറ്റിക്സ് അവർ മുന്നോട്ട് വെക്കുന്നു. ഇത് കണ്ട മനസ്സിലാത്തമാരാണോ നമ്മൾ ഈ രാഷ്ട്രീയം തന്നെയാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പം നരേന്ദ്രമോദിക്കെതിരെ കഴിഞ്ഞ 10 വർഷം മിണ്ടാതിരുന്ന RSSന്റെ പൂജനീയ ആരാണ്ട് ഇത് പറഞ്ഞെന്ന്. ഇതൊക്കെ we should take it with a pinch of salt. Whether we should take it with a sack of salt or a pinch of salt, we know that it should be taken with a pinch of salt. പറഞ്ഞില്ലേ, പിഞ്ച് ഓഫ് സോൾട്ട് വെച്ച് മാത്രമേ എടുക്കത്തുള്ളൂ, നമുക്കത് അറിയാൻ പറ്റും. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും രാഹുൽ ഈശ്വറിന്റെ പൊളിറ്റിക്കൽ ഇന്റൻഷനൊന്നും എനിക്ക് ഡൗട്ടില്ല. അത് രാഹുൽ ഈശ്വറിനെ എനിക്കും അറിയാം. അദ്ദേഹം വെക്കാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന ഒരു മിഡിൽ പാത്തിലേക്ക് സുരേഷ് ഗോപിയെ കൊണ്ട് വെക്കാനാണ് ശ്രമിക്കുന്നത്. ആ മിഡിൽ പാത്തിൽ കൂടെ മുന്നോട്ട് സുരേന്ദ്രനല്ല, മുരളീധരനല്ലാത്ത ഒരു BJPക്കാരനാണ് ഇദ്ദേഹം പോകുന്നതെന്ന് പറഞ്ഞാൽ BJP പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം, അപ്പുറത്ത് നിൽക്കുന്നവനെ ഇല്ലാതാക്കുന്ന രാഷ്ട്രീയത്തിന്റെ ചിഹ്നത്തിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപി തന്നെയാണ്. സുരേഷ് ഗോപിയെ സൈഡിൽ കൂടെ ഒരു പാത രാഹുൽ ഈശ്വറായിട്ട് വെട്ടിക്കൊടുക്കണ്ട. ആ പാത വെട്ടിക്കൊടുക്കാൻ മുരളീധരൻ സമ്മതിച്ചിട്ടില്ല. ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇന്നലത്തെ സുരേഷ് ഗോപിയുടെ സ്റ്റേറ്റ്മെന്റിന് മുരളീധരന്റെ മറുപടി ഉണ്ട്. അത് അദ്ദേഹം വളരെ നിഷ്കളങ്കമായി പറഞ്ഞതാണെങ്കിൽ, അത് വളരെ നിഷ്കളങ്കമായിട്ടാണ് സുരേഷ് ഗോപി പറഞ്ഞതെങ്കിൽ, ആ നിഷ്കളങ്കത എന്താ മുരളീധരന് മനസ്സിലാകാത്തത്? രാഹുൽ ഈശ്വറിന് മാത്രം മനസ്സിലാകുന്നത്? ഇതാ കുഴപ്പം. രാഹുൽ ഈശ്വർ ചെയ്യുന്നത് സുരേഷ് ഗോപിയോട് അദ്ദേഹത്തിന് ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു പാത്ത് വെട്ടിയിട്ട് കൊടുക്കുന്നു. ആ പാത്ത് വെട്ടുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി.
ഈ പറയുന്ന BJP-യുടെ രാഷ്ട്രീയം കൊണ്ട് തന്നെ പറഞ്ഞാൽ മതി. അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വരാം രാഹുൽ ഈശ്വർ. അതിനു മുൻപ് പ്രൊഫസർ റോണി കെ ബേബി, ഇവിടെ ഇപ്പോൾ കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കരുണാകരനെ BJP-യുടെ പ്രതീകമോ പ്രതിബിംബമോ ആക്കാനുള്ള ശ്രമം വളരെ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ പല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. അത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിൽ സംശയവുമുണ്ട്. നോക്കൂ, തൃശ്ശൂരിൽ കോൺഗ്രസിന് കുറഞ്ഞ വോട്ടുകളുണ്ട്. പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഓരോ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. എന്റെ പിന്നാലെ ചേട്ടൻ കെ മുരളീധരൻ BJP-യിലേക്ക് വരുമെന്ന് പത്മജ പറഞ്ഞത് ഇന്നും പകൽ പോലെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിനുശേഷം സുരേഷ് ഗോപി മുരളി മന്ദിരത്തിൽ പോകുന്നു. അവിടെ അതിന് പുറത്തുനിന്ന് മാധ്യമങ്ങൾക്ക് നൽകുന്ന പ്രതികരണമുണ്ട്. ഈ വിഷയത്തിലൊന്നും കെ മുരളീധരൻ എന്നൊരു നേതാവിന് ഇതുവരെ പ്രതികരിക്കാൻ പോലും ആയിട്ടില്ലല്ലോ റോണി കെ ബേബി. ഈ ആസിത ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വന്നുകൊള്ളാം. ഞാൻ അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനാണ് നമ്മുടെ ഈ നടന്ന ചർച്ചയുടെ ഭാഗമായിട്ട്. RSS അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ വധിച്ച കേസിൽ, കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ തൂക്കിക്കൊല ചെയ്യപ്പെട്ട നാഥുറാം ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ, ഇദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട് വൈ ഐ കിൽഡ് ഗാന്ധി. അതിൽ വളരെ വ്യക്തമായി തന്നെ RSS പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഗാന്ധിയെ കൊന്നത് എന്ന് ഗോപാൽ ഗോഡ്സെ പറഞ്ഞിട്ടുണ്ട്. 1993 ഗാന്ധി വധത്തിൽ RSS പങ്കില്ല എന്ന് പറഞ്ഞിട്ട് LK അദ്വാനി സമ്മേളനം നടത്തിയപ്പോൾ അതിനെതിരെ ഗോപാൽ ഗോഡ്സെ അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അകത്തെല്ലാം ഞാൻ കൃത്യമായി പറയുന്നത് RSS-ന്റെ ഒരു തന്ത്രമുണ്ട്. എന്താണെന്നറിയുമോ? RSS-കാരായ ഗോപാൽ ഗോഡ്സെ, നാഥുറാം ഗോഡ്സെയൊക്കെ വളരെ ബോധപൂർവ്വം ഗാന്ധിയെ വധിക്കുന്നതിന് തൊട്ടു മുമ്പ് ഹിന്ദു മഹാസഭയിലേക്ക് വിട്ടിട്ട് ആ വധത്തിലൊന്നും RSS-ന് പങ്കില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കളിച്ചൊരു നാടകമുണ്ട്. AB വാജ്പേയി, ഞാൻ കൃത്യമായി തന്നെ അറിയാം, AB വാജ്പേയി RSS-കാരനായ, ശ്വാസത്തിലും കുടിച്ച വെള്ളത്തിലും പച്ച RSS-കാരനായ ഈ പറയുന്ന AB വാജ്പേയി എന്താ പറഞ്ഞത്? ബാബറി മസ്ജിദ് തകർന്ന ദിവസം എന്റെ ഹൃദയം പൊട്ടി ഞാൻ കരയുകയായിരുന്നു. അതേ വാജ്പേയിയെ കുറിച്ച് ലിബ്രഹാം കമ്മീഷൻ പറഞ്ഞത് ഈ ബാബറി മസ്ജിദ് തകർത്ത ഗൂഢാലോചന എല്ലാം പിന്നെ ലിബ്രഹാം കമ്മീഷൻ പറഞ്ഞത്. അത് തന്നെയാണ് സുരേഷ് ഗോപിയിലൂടെ ഇവിടെ കേരളത്തില് രാഹുൽ ഈശ്വർ എത്ര ബുദ്ധിമുട്ടാണ് പറയുന്നത്. നിഷ്കളങ്കൻ, ഹൃദയവികാരവൻ, ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നവൻ, ഹൃദയത്തിന്റെ ഭാഷയിലല്ല സംസാരിക്കുന്നത്. RSS-ന്റെ തലച്ചോറാണ് ഈ പറയുന്ന ഈ സുരേഷ് ഗോപിയുടെ വാക്കുകൾക്ക് പിന്നിലുള്ളത്. പിന്നെ ഈ തൃശ്ശൂരില് കോൺഗ്രസ് വോട്ട് കുറഞ്ഞെന്ന നല്ല പ്രശ്നം ഈ സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്ന രാഷ്ട്രീയമാ കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം തൃശ്ശൂരിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഫലമാണ് തൃശ്ശൂരിൽ അദ്ദേഹം ജയിച്ചത്. ഈ അവിടെയാണ് ചോദ്യം. സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷം തൃശ്ശൂരിൽ ചെയ്ത രാഷ്ട്രീയം അത് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നു ഒരു പരിധി വരെ. അതിനുശേഷം സുരേഷ് ഗോപി ഫിഗറുകളായി അവതരിപ്പിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ ചെറുക്കേണ്ടത് രാഷ്ട്രീയപരമായി കോൺഗ്രസ് ആണ്. ആ ഉത്തരവാദിത്തം, പൊളിറ്റിക്കൽ ബോധ്യം കോൺഗ്രസിന് ഉണ്ടാകണം. അതിവിടെ ഉണ്ടാകുന്നുമില്ലല്ലോ. എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു ഈ വിഷയത്തിൽ? ചുരുങ്ങിയ പക്ഷം മുരളീധരനെങ്കിലും, സുരേഷ് ഗോപി പറയുന്ന കാര്യങ്ങളൊക്കെ കെ മുരളീധരൻ എന്റെ സ്വന്തം അച്ഛനാണ്, ക്ഷമിക്കണം, കരുണാകരൻ എന്റെ സ്വന്തം അച്ഛനാണ് എന്നത് ഒഴികെയുള്ള ബാക്കി ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. മിണ്ടാനാകുന്നില്ലല്ലോ കോൺഗ്രസുകാർക്ക്. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിന്റെ വക്താവായിട്ടാണ്. KPCC-യുടെ ഔദ്യോഗിക നിലപാട് ഞാനാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതിന്റെ അകത്ത് പിന്നെ സംശയിക്കുന്നു വേണ്ട. ഇവിടെ 12 മണിക്കൂറായിട്ടുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്ഥാനം വന്നിട്ട് ഈ സുരേഷ് ഗോപി ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ ഈ പറയുന്ന പല്ലും നഖം ഉപയോഗിച്ച് തന്നെ ഞങ്ങൾ ചെറുക്കും. ഈ രാഷ്ട്രീയത്തിന്റെ അപകടം കൃത്യമായി തന്നെ കേരളത്തിന്റെ ഈ പറയുന്ന ജനങ്ങൾ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കല്ല. ഇതൊക്കെ നമ്മുടെ പാഠമാണ്. AB വാജ്പേയി വളർത്തിക്കൊണ്ടുവന്നു, LK അദ്വാനി വെട്ടിയൊതുക്കി. ഈ AB വാജ്പേയി കവിത എഴുതുന്നെന്നും ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നെന്നും മിതഭാഷ എന്നും പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയാക്കി. ആര് വളർന്നു? RSS വളർന്നു. BJP ഇന്ത്യയുടെ അധികാരത്തിൽ പിടിച്ചു. 10 വർഷം ഈ പറയുന്ന നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തി അവർ അതിന്റെ മുന്നിൽ നടപ്പാക്കി. അവസാനം നരേന്ദ്രമോദിക്ക് കാലം എന്ന് കണ്ടപ്പോൾ RSS വളരെ ബുദ്ധിപൂർവ്വം ഈ നരേന്ദ്രമോദിയെ സംസ്കരിച്ച് അടുത്ത തീവ്ര ഹിന്ദുത്വ മുഖത്തിന് അടുത്തേക്ക് ഈ പറയുന്ന RSS പോവുക. അതാണ് RSS ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം. സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. അടുത്ത ജന്മത്തിൽ ശബരിമലയിൽ ഒരു ബ്രാഹ്മണ തന്ത്രിയായി ജനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിന്റെ ആ മനസ്സിലെന്താണുള്ളത്? അദ്ദേഹത്തിന്റെ വർഗീയ ചിന്തയാണ്, ജാതി മേൽക്കോയ്മയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് എന്ന് പറയുന്നത് RSS. അദ്ദേഹം പറയുന്നു നോമ്പ് നാളിൽ ബിസ്മി തുറന്ന് ഞാൻ നോമ്പ് തുറക്കുന്നു പറയുന്ന സുരേഷ് ഗോപി തന്റെ നേതാവ് ഈ പറയുന്ന നരേന്ദ്രമോദിയാണെന്ന് പറയുന്നു. ആ നരേന്ദ്രമോദി ഗുജറാത്തിൽ നോമ്പ് തുറക്കുവാൻ സഹോദരങ്ങളുടെ ക്രൂരമായിട്ടുള്ള വേട്ടയ്ക്ക് ഉത്തരവാദിയാണ് നരേന്ദ്രമോദി. ഈ നരേന്ദ്രമോദി തള്ളിപ്പറയാൻ സുരേഷ് ഗോപി തയ്യാറാകുമോ? വളരെ കൃത്യമായി തന്നെ കേരള മതേതര സമൂഹം ഈ സുരേഷ് ഗോപിയിലെ നാട്യങ്ങൾ, സുരേഷ് ഗോപിയുടെ കാപട്യങ്ങൾ, സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സംഘപരിവാരം കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഈ രാഷ്ട്രീയത്തിന്റെ പൊളിഞ്ഞ് വീഡിയോ തന്നെ ചെയ്യും. ഒരു കാര്യം കൃത്യം പറയാം, ഒരിക്കലും ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങളെ ഇത്രമാത്രം വിട്ടുകളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ മതേതര മുഖമായിട്ടുള്ള മുഖമാണ് കേൾക്കുന്നത്. നമുക്കറിയാം 1984 നിലയ്ക്കൽ വിഷയമൊക്കെ നമുക്കറിയാം.
RSS കുമ്മനം രാജശേഖരനും ഒക്കെ ചേർന്ന് കേരളത്തെ മറ്റൊരു ഗുജറാത്താക്കി മാറ്റാൻ ശ്രമിച്ച 1980 നിലക്കൽ പ്രക്ഷോഭത്തിലേക്ക് അതിനെയൊക്കെ തകർത്തുകൊണ്ട് കേരളത്തിൽ മതേതൃത്വം കേൾക്കുന്നുണ്ട്. സാക്ഷാൽ E.K. നായനാർക്ക് മുന്നിൽ ഞാൻ ആ പൈതൃകത്തെ അംഗീകരിച്ചു തന്നെ E.K. നായനാർക്ക് വാഴ്ത്തുകൾ പറയുന്ന ഈ സുരേഷ് ഗോപി തന്നെയാ വാദിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ BJP രക്തസാക്ഷിയെ വീട്ടിച്ചത്. ഇപ്പോൾ ഇദ്ദേഹം പ്രതികരിക്കുന്ന രാഷ്ട്രീയം എന്താണെന്നുള്ള വളരെ വ്യക്തമാണ്. ഇത് കൃത്യമായി എക്സ്പ്രസ് ചെയ്യുമ്പോൾ മലയാളത്തെ പറ്റിക്കാൻ കഴിയില്ല. ഈ പറയുന്ന ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന നാണയം കേരളത്തിൽ നിന്ന് തുറന്നു കാട്ടുന്ന പോരാട്ടം കോൺഗ്രസ് നടത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ ഈശ്വർ, ഇവിടെ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ലൈൻ അത് BJP-യുടേതല്ല എന്ന് താങ്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ BJP-യുടെ ലൈനുമായി മുന്നോട്ട് പോയാൽ നിലനിൽപ്പില്ല, അല്ലെങ്കിൽ അതല്ല ശരിയായ രാഷ്ട്രീയമെന്ന സുരേഷ് ഗോപിക്ക് ബോധ്യമുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മിനിറ്റ് രാഹുൽ, ആ ചോദ്യം ഒന്ന് പൂർത്തിയാക്കട്ടെ, ഒന്ന് കേൾക്കൂ. അങ്ങനെയെങ്കിൽ ശരിയല്ലാത്ത അല്ലെങ്കിൽ കേരളത്തിലെങ്കിലും പ്രായോഗികമല്ലാത്തൊരു രാഷ്ട്രീയ ചേരിയോടൊപ്പം നിന്നുകൊണ്ട് ഈ മാനവികത പറയുമ്പോഴാണല്ലോ ഈ പ്രശ്നം. രാഹുൽ ഈശ്വർ അത്ര വലിയ മനുഷ്യസ്നേഹിയാണെങ്കിൽ, മാനവികവാദിയാണെങ്കിൽ ആ ചേരിയോടൊപ്പം എങ്ങനെ ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നു? ഈ രാജ്യം കണ്ട ചരിത്രമൊക്കെ അപ്പോൾ സുരേഷ് ഗോപി മറന്നുപോയോ? അല്ല, അങ്ങനെയല്ല സിത. ഞാൻ പറയുന്ന ഉത്തരം സ്റ്റേറ്റ്മെന്റ് 100% പൊളിറ്റിക്കലാണ്. എനിക്ക് ലാലിനെ വലിയ ഇഷ്ടവും ബഹുമാനമാണ്, പക്ഷേ എൻ്റെ മറുപടി പൊളിറ്റിക്കലാണ്. അപ്പം എല്ലാം കൂടെ ചേർത്ത് തന്നെ പറയാം. മഹാത്മാഗാന്ധിയെ കൊല്ലുന്നതിന് RSSകാർക്ക് പങ്കില്ല. ഗാന്ധിജി എന്ന് പറയുന്ന ഇന്ത്യയുടെ ആത്മാവിനെ വധിക്കുന്നത് ബ്രാഹ്മണിക്കൽ തീവ്രവാദികളാണ്. അതൊരു ഇഷ്യൂ ആണ്. അതായത് ബ്രാഹ്മണിക്കൽ എക്സ്ട്രീമിസം എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റ് എക്സ്ട്രീമിസം പോലൊരു ഇഷ്യൂ ആണ്. എൻ്റെ അടക്കമുള്ള സമുദായത്തിൽ മഹാത്മാഗാന്ധി മുതൽ കത്വയിലെ 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്ന സാഞ്ചിറാം വരെയുള്ള ഈ എക്സ്ട്രീമിസ്റ്റുകൾ നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ബ്രാഹ്മണ സമുദായത്തിൻ്റെ മനസ്സിൽ ബാധിച്ച ക്യാൻസറാണ്. അതൊരു വിഷയമാണ്. മഹാത്മാഗാന്ധി അടക്കം അതിനെ അഡ്രസ്സ് ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത്. 2, മഹാത്മാഗാന്ധി മതേതരവാദി ആയിരുന്നില്ല, മതസൗഹാർദ്ദവാദിയാണ്. മഹാത്മാഗാന്ധി അടിസ്ഥാനപരമായി ശ്രീ ശശി തരൂർ പറയുന്നത് പോലെ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല, ശശി തരൂറിന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളതാണ്. മഹാത്മാഗാന്ധി ഈസ് എ ഹിന്ദു ആക്ടിവിസ്റ്റ്. അപ്പോൾ ഒരു സെന്റർ സ്പേസ്, മധ്യ സ്പേസ് വേണം. ഞാനൊക്കെ സെന്റർ റൈറ്റ് നിൽക്കുന്നതാണ്. ഇതേപോലെ സെന്റർ ലെഫ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരും മധ്യ വലതിലും മധ്യ ഇടതിലും നിൽക്കുന്ന ആൾക്കാരും. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം, സുരേഷ് ഗോപി അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ അല്ലാതെയോ ചെയ്യുന്നത് ഈ മധ്യവർത്തി രാഷ്ട്രീയമോ സെന്റർ റൈറ്റ് ആയി നിൽക്കുന്ന പൊളിറ്റിക്സും ആണ് മുമ്പോട്ട് വെക്കുന്നത്. ശ്രീ നരേന്ദ്രമോദി സർദാർ പട്ടേലിനെ ഇത്ര ആദരിക്കുന്നത് എന്തുകൊണ്ടാണ്? സർദാർ പട്ടേൽ അന്നത്തെ കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനത്തിന്റെ വലതു ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്, ഇടതിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പണ്ഡിറ്റ് നെഹ്റു എന്ന് പറയുന്ന ലോകാരാധനായ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി. ഇതേപോലെ ഇടതോട്ടും വലതോട്ടും ചരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇടതെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ പൊളിറ്റിക്കൽ ഇക്കണോമിക്സ് അല്ലെങ്കിൽ ഇക്കണോമിക്സിനെ ബേസ് ചെയ്ത പൊളിറ്റിക്സ് ആണ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ സ്വത്വവാദം, സമുദായവാദം, ഐഡന്റിറ്റി ബേസ് ചെയ്ത പൊളിറ്റിക്സ് ആണ്. കെ കരുണാകരൻ സാർ കേരളത്തിൽ ചെയ്തത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സാമുദായിക സംഘടനകളുടെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കി. കേരളത്തിൽ UDF എന്നൊരു സംവിധാനം ഉണ്ടാക്കി. അതിൽ നായന്മാർ, ഈഴവന്മാർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ ഇവരെയെല്ലാം ചേർത്ത് വലിയൊരു സാമുദായിക ഘടന ഇടതുപക്ഷത്തിനെതിരെ ആശയപരമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ശ്രീ കെ കരുണാകരനാണ്. അതുകൊണ്ടാണ് ഈ ശ്രീ കെ കരുണാകരൻ ഒരർത്ഥത്തിൽ UDFന്റെയും അല്ലെങ്കിൽ ആധുനിക കോൺഗ്രസ് പാർട്ടിയുടെ ഒക്കെ പിതൃത്വം അദ്ദേഹത്തിന് നൽകുന്നത്. കാര്യം അദ്ദേഹമാണ് ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് കേരളത്തിൽ കൊണ്ടുവന്നത്. ആദ്യം പറഞ്ഞ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്നത്തെ RSSനോട് സംഘപരിവാറിനോട് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണല്ലോ. അപ്പോൾ ഒരു രാഷ്ട്രീയ ബോധം, ചരിത്രബോധം, താൻ നിലകൊള്ളുന്ന പാർട്ടിയോട് മുൻകാലങ്ങളിൽ ഈ നേതാക്കൾ സ്വീകരിച്ച നിലപാടുകൾ എന്തായിരുന്നു ചെറിയ ധാരണ ഉണ്ടാകണ്ടേ? അതൊരു പ്രശ്നമാണോ? ശ്രീ കരുണാകരൻ എന്ന് പറയുന്ന നല്ല ഗുരുവായൂരപ്പൻ ഭക്തനെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ച ആൾക്കാരെ അല്ലെങ്കിൽ അന്നത്തെ SRP NDP, അതായത് SRP ഈഴവ സമുദായത്തിലുള്ള പാർട്ടി, NDP നായർ സമുദായത്തിലുള്ള പാർട്ടി, കേരള കോൺഗ്രസ് നമ്മുടെ ക്രിസ്ത്യൻ വിഭാഗം, അന്നത്തെ മുസ്ലിം ലീഗ്, ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകും ശ്രീ കെ കരുണാകരനാണ്. ആ ശ്രീ കെ കരുണാകരന്റെ രാഷ്ട്രീയ ലൈൻ നല്ലതാണെന്ന് ശ്രീ കെ സുരേന്ദ്രൻ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പൊ ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ളവർ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ ശ്രീ ലാലിനടക്കമുള്ള പൊളിറ്റിക്കൽ ആൻസർ ആണ് ഈ സെന്റർ റൈറ്റ് നിൽക്കുന്ന പുതിയൊരു പൊളിറ്റിക്സ് ആണ് ശ്രീ സുരേഷ് ഗോപി മുമ്പോട്ട് വെക്കുന്നത്. ക്രിസ്ത്യൻ പള്ളിയിൽ പോയി കുരിശു വരയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം അയ്യപ്പ ഭക്തനാണെന്നറിയാം. എൻ്റെ അടക്കം കുടുംബത്തെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ബ്രാഹ്മണ പരാമർശം ഉണ്ടായത്. മുസ്ലിം സമൂഹത്തിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നു. ഒരു പുതിയ മധ്യ വലത് രാഷ്ട്രീയം. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശ്വർ പറഞ്ഞ ഗാന്ധിയെ കൊന്ന അതേ ബ്രാഹ്മണിക്കൽ രാഷ്ട്രീയമല്ലേ സുരേഷ് ഗോപിയും പറയുന്നത്? സുരേഷ് ഗോപിയുടെ ഉള്ളിലും ഉള്ളത് അത് തന്നെയാണ്. ദയവായി ഇതൊരു തെറ്റിദ്ധാരണയാണ്. RSSന്റെ പ്രാതസ്മരണകളിൽ പോലും ഗാന്ധിജി ഉണ്ട്. ഗുരുജി ഗോൾവൽക്കർ പറയുന്നുണ്ട് വിശ്വവന്ദനീയനാണ് ഗാന്ധിജി, പ്രാതസ്മരണീയനാണ്
ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ ഒരു മറുപടി ഒരിക്കൽ കേൾക്കൂ. ശരിയാണ്, GD സവർക്കർ, VD സവർക്കർ അല്ല, വീര സവർക്കറുടെ സഹോദരൻ GD സവർക്കർക്കടക്കം ഒരു തീവ്ര ഹിന്ദുത്വ തീവ്ര ബ്രാഹ്മണിക്കൽ ലൈനിൽ നിന്ന് മഹാത്മാഗാന്ധി അടക്കമുള്ളവരെ ദേഷ്യമായിരുന്നു. പക്ഷേ VD സവർക്കർ പോലും പറഞ്ഞത് ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നത് കുടുംബത്തിലെ കാരണവരെ കൊന്നതുപോലെയാണ്. സഹോദരൻ ഗോപാൽ ഗോഡ്സെ പിന്നീട് നൽകിയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ സവർക്കർക്കടക്കം ഇതിൽ പങ്കുണ്ടായിരുന്നുവെന്നും. ഗോഡ്സെ ആ കാര്യം സവർക്കറെ കരിവാരി തേക്കാതിരിക്കാൻ പറയാതിരുന്നതാണ് എന്നും. അതൊന്നും അറിയില്ലേ രാഹുൽ? അവിടെയാണ് സവർക്കറെ കരിവാരി തേക്കുന്നതിൽ അർത്ഥമില്ല. ഗാന്ധിവധത്തിന് ശേഷം ചിത്പാവൻ ബ്രാഹ്മൺ, നേരത്തെ ശ്രീ ലാല് പറഞ്ഞ ചിത്പാവൻ ബ്രാഹ്മൺസിനെതിരെ മഹാരാഷ്ട്രയിൽ അടക്കം വലിയൊരു കലാപം ഉണ്ടായി. ഒരു പക്ഷേ ഡസൻ കണക്കിന് ആൾക്കാർക്ക് അവരെ കൊല്ലപ്പെട്ടു, ഒരുപാട് ബ്രാഹ്മണ ഗ്രഹങ്ങൾ ഇല്ലാതാക്കപ്പെട്ടു. അതൊക്കെ നമ്മുടെ നാടിന്റെ വേദനാകരമായ ചരിത്രം. അത് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ ബ്രാഹ്മണരോട് ഏറ്റവും നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന മഹാത്മാഗാന്ധി പൂന പാക്ട് ബ്രാഹ്മണർക്ക് വേണ്ടിയാണ് ഗാന്ധിജി പട്ടിണി കിടക്കുന്നത്. ഗാന്ധിജിക്കും വേദന ഉണ്ടാവുമായിരുന്നു. അപ്പം നമ്മുടെ നാടൊരു ബാലൻസ് ആണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ആർക്കും നമ്മൾ കൈയടിക്കണം. അതിന് കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJP ഇല്ല. പരസ്പര വിരോധമോ വ്യത്യാസം അല്ലെങ്കിൽ വിദ്വേഷമോ ഇല്ലാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രീ സുരേഷ് ഗോപിക്ക് കഴിയുമെങ്കിൽ, ശ്രീ ശശി തരൂറിന് കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഗോവിന്ദ മാഷിന് കഴിയുമെങ്കിൽ ആർക്കാണെങ്കിൽ നമ്മൾ അവർ കൈയടിക്കണം. ഈ ബഹുസ്വരതയും മതസൗഹാർദ്ദവും സമന്വയവാദം അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്. ലാൽകുമാർ, ഇങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന രാഷ്ട്രീയമാണ് സുരേഷ് ഗോപിക്ക് വേണ്ടത്. പക്ഷേ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് ബ്രാഹ്മണനായി ജനിക്കുകയും വേണം. അതെങ്ങനെ ശരിയാകും ലാൽകുമാർ? ഇവിടെ അതിലേക്കൊക്കെ ഞാൻ വരാം. അതിനു മുമ്പ് രാഹുൽ ഈശ്വറിന് കുറച്ച് മറുപടികളുണ്ട്. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ആത്മാവായിരുന്നു സർദാർ പട്ടേൽ. എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. സർദാർ പട്ടേൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിന് ചില ഹിന്ദുത്വ ലൈൻ ഒരു ഘട്ടത്തിൽ കടന്നു വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അത് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തരൂരിനെ പോലുള്ള ആൾക്കാർ തന്നെ എഴുതിയിട്ടുണ്ട്. തരൂരിനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, തരൂർ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സർദാർ പട്ടേലിനെ ഒരു വലിയ സോളായിട്ടാണ് നമ്മുടെ രാജ്യം കണക്കാക്കുന്നത്, ഒരു സംശയമില്ല കാര്യത്തിൽ. ആ സർദാർ പട്ടേലിനെ ഏറ്റവും വലിയ സോളായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയും കൂടെ കണക്കാക്കുന്നതെന്നാണ് രാഹുൽ ഈശ്വറിൻ്റെ വാദം. അതാണല്ലോ രാഹുൽ ഈശ്വർ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ 3000 കോടിയുടെ പ്രതിമ ഉണ്ടാക്കുന്നത്. പക്ഷേ കുഴപ്പം, അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന ഗുജറാത്തിലെ സർദാർ പട്ടേൽ സ്റ്റേഡിയം അത് നരേന്ദ്രമോദിയുടെ പേരിലോട്ട് അങ്ങ് മാറ്റി, ചുമ്മാ തമാശയ്ക്ക്. ഞാൻ എൻ്റെ ലാൽകുമാറിൻ്റെ പേരിലോട്ടോ കാർൾ മാർക്സിൻ്റെ പേരിലോട്ടോ പിണറായി വിജയൻ്റെ പേരിലോട്ടോ അല്ല മാറ്റിയിരിക്കുന്നത്. സർദാർ പട്ടേലിൻ്റെ പേരിലുണ്ടായിരുന്ന ഗുജറാത്തിലെ സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയം ആക്കി. നാണമുണ്ടോ ഇതൊക്കെ പറയാൻ? എന്നെ കേൾക്കുന്ന ജനങ്ങൾ ആലോചിക്കണം. ഈ പറഞ്ഞ വാദമാണ്. 3000 കോടി രൂപയുടെ പ്രതിമ പണിഞ്ഞു എന്ന് പറയുന്ന ആള് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയല്ല, ഇൻക്ലൂസീവ് ആയതുകൊണ്ടാണ് ഈ പറയുന്ന മനുഷ്യൻ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഞാൻ ഇത് പണിയുന്നു. കോൺഗ്രസ് ഇദ്ദേഹത്തിനെ ഇഗ്നോർ ചെയ്തു, അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് ഒരു അറ്റൻഷൻ കൊടുക്കാൻ പോകുന്നു. നരേന്ദ്രമോദിയുടെ അറ്റൻഷൻ ഒന്നും വേണ്ട സർദാർ പട്ടേലിന്. സർദാർ പട്ടേലിന് ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ സ്റ്റാച്യു പണിയുണ്ടായല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലങ്ങ് ഇടായിരുന്നാൽ മതിയായിരുന്നല്ലോ ഇത്. എന്നിട്ട് ആ സ്റ്റേഡിയത്തിൽ പോയിരുന്നിട്ട് കൈകൊട്ടുക. ഏതാ എൻ്റെ പേരിൽ സർദാർ പട്ടേലിൻ്റെ പേരിലുണ്ടായിരുന്ന സ്റ്റേഡിയം എൻ്റെ പേരിലാക്കിയിട്ട്. ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ? പിന്നെ ന്യായം വേറെ 1000 എണ്ണം പറയും. ഇത് ഞാൻ പറയുന്നതല്ല. ഇത് ഈ പറയുന്ന ഈ പ്രാവശ്യത്തെ ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നടന്ന സ്ഥലം നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. ആ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൻ്റെ മുമ്പുള്ള പേര് സർദാർ പട്ടേൽ സ്റ്റേഡിയം എന്നാണ്. അല്ലെന്ന് രാഹുൽ ഈശ്വർ പറയട്ടെ, സ്നേഹമുള്ള ആളാണെങ്കിൽ അത് ഇടണ്ടെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? പിന്നെ അടുത്തത് RSSുമായി ബന്ധപ്പെട്ട ബ്രാഹ്മണിക്കൽ ഹെജിമണി. ഞാൻ സുമന്ത്ര ബോസ് എന്ന് പറയുന്ന ഓക്സ്ഫോർഡിൽ ഒരു പ്രൊഫസറുണ്ട്, സുമന്ത്ര ബോസ്. അദ്ദേഹം ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്നൊരു പുസ്തകത്തിൽ കമ്പൈൻഡ് വോളിയമാണ്. ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേര് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അമർത്യ സെന്നെ പോലുള്ള ആൾക്കാർ തന്നെ എഴുതിയിട്ടുണ്ട്. സുഗതാ ബോസ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് സുമന്ത്ര ബോസ് എന്ന് പറയുന്ന ഓക്സ്ഫോർഡിലെ ഒരു പ്രൊഫസർ എഴുതിയിട്ടുണ്ട് RSS എങ്ങനെയാണ് ബ്രാഹ്മണിക്കൽ ഹെജിമണി ഉറപ്പിക്കുന്നത്, അതെങ്ങനെയാണ് ഈ പറയുന്ന മാർക്സിസ്റ്റ് ഗ്രാംസിയൻ വാർ ഓപ്പോസിഷൻ ഉപയോഗിക്കുന്നത്, RSS എങ്ങനെയാണെന്ന് ഉപയോഗിക്കുന്നത് എഴുതിയിട്ടുണ്ട് രാഹുൽ ഈശ്വറെ. ബ്രാഹ്മണിക്കൽ ഹെജിമണിക്ക് തന്നെയാണ് RSS നിൽക്കുന്നത്. രാഹുൽ ഈശ്വർ പറഞ്ഞ ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ് ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കിയത്, ഈ പറയുന്ന ഗാന്ധിജിയെ കൊന്നത് എന്നുള്ള വാദം ശരിയാണ്. പക്ഷേ ബ്രാഹ്മണിക്കൽ ഹെജിമണിക്ക് ഇന്ന് ഈ രാജ്യത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിന്നിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദു മഹാസഭയെക്കാട്ടിലും വലിയ ഓർഗനൈസേഷൻ RSS ആണ്. RSS ആണ് എപ്പോഴും ഹിന്ദു ഹെജിമണിക്ക് വർണ്ണാശ്രമ ധർമ്മത്തിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക. ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വാദിച്ചിരിക്കുന്ന ആരാ? RSS ആണ്. അവർ പറയുന്നത് എന്താ? കൾച്ചറൽ നാഷണലിസം. വാട്ട് ഈസ് എ കൾച്ചറൽ നാഷണലിസം? That is a Hindu culture. What is a Hindu culture? What is Hindu culture?
ആ ചോദ്യത്തിന് മറുപടി എന്താ? ജാതിയാ. അംബേദ്കർ പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല. ഹിന്ദു മതം എന്ന് പറയുന്നത് ജാതി ഇല്ലാതെ അതിനൊരു സ്വത്വമില്ല. ഞാൻ പറഞ്ഞല്ല, അംബേദ്കർ പറഞ്ഞതാ. അതുകൊണ്ടാണ് അംബേദ്കർ ഹിന്ദു മതം വിട്ട് ബുദ്ധമതത്തിലേക്ക് ചേർന്നത്. വിത്തൗട്ട് കാസ്റ്റ് ദർ ഈസ് നോ എക്സിസ്റ്റൻസ് ഫോർ ഹിന്ദു റിലീജിയൻ. ഞാൻ പറഞ്ഞതാണോ? അംബേദ്കർ പറഞ്ഞതാ. അവ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഹിന്ദു കൾച്ചറിലേക്ക് തിരിച്ചു പോകാൻ, ഹിന്ദു കൾച്ചർ എന്ന് പറയുന്ന കാര്യം എന്താ ഇവർ പറയുന്നത്? ഈ ഹിന്ദു കൾച്ചർ എന്ന് പറയുന്നത് ഈ സോഷ്യൽ സ്ട്രേറ്റ ഉണ്ടാക്കിയിരിക്കുന്ന, ഈ പറയുന്ന വെർട്ടിക്കൽ ഡിവിഷൻ ഉണ്ടാക്കിയിരിക്കുന്ന, ഹെജിമണിക്കൽ ബ്രാഹ്മണിക്കൽ പൊസിഷൻ ഉണ്ടാക്കി ഉറപ്പിക്കുന്ന വർണ്ണാശ്രമ ധർമ്മം, അത് കാസ്റ്റ് വഴി ഊട്ടി ഉറപ്പിക്കുന്ന പണി തന്നെയാണ് RSS ഈ നാട്ടിൽ ചെയ്തിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. നിങ്ങൾ എത്ര അക്കാഡമിക്സ് പറഞ്ഞാലും ഞാൻ കൗണ്ടർ ചെയ്യാനും ഡിബേറ്റ് ചെയ്യാനും തയ്യാറാണ്. എനിക്ക് അതിനൊന്നും മടിയില്ല. കാര്യം പറയുമ്പോൾ RSS കാസ്റ്റ് ഹിന്ദുത്വയ്ക്ക് അല്ല നിന്നിട്ടുള്ളതെന്നോ? അവരുടെ പൊസിഷൻ എപ്പോഴും ബ്രാഹ്മണിക്കൽ പൊസിഷനാണ്. എപ്പോഴും ബ്രാഹ്മണിക്കൽ പൊസിഷനാണ്. അവരെന്നാണ് മാറ്റി ചിന്തിച്ചിട്ടുള്ളത്? ഈ പറയുന്ന അധികാരത്തിൽ വരാനായിട്ട് BJP എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചിനെ ഉണ്ടാക്കി ഇവരെല്ലാം ഒന്നാന്ന് പറയുക. അതല്ലേ ചെയ്യുന്നത്? RSSന്റെ പൊസിഷൻ അതാ. അവരെപ്പോഴും നിന്നിട്ടുള്ളത് ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ സുപ്പീരിയോറിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഞാനത് വീണ്ടും 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 എനിക്കറിയാം, ഞാൻ പറയുന്ന റെപ്പറ്റീഷനാണ്. പക്ഷേ അടി ഉറപ്പിച്ച് ഇരുത്തിയാണ് ഞാനിത് പറയുന്നത്. ഇന്ന് റോഡിൽ നിൽക്കുന്ന ഒരു ഈഴവനെയോ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ കാസ്റ്റുകാരനെയോ ഷെഡ്യൂൾ ട്രൈബുകാരനെയോ RSSന്റെ ശാഖയിൽ പോകുന്നവനെ നിങ്ങൾക്ക് കാണും. അത് കുഴപ്പമെന്നറിയോ? അവൻ ഇതിൻ്റെ രാഷ്ട്രീയം മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ടാണ്. അവൻ ഇതിൻ്റെ രാഷ്ട്രീയം മനസ്സിലായിട്ടില്ല. അവൻ ആ പോയി നിൽക്കുന്നവൻ, ഈ കീജയെ വിളിക്കുന്നവന് യഥാർത്ഥത്തിൽ ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ടാണ് വരുന്നത്. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ദൗത്യം. അപ്പം ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ട്. എങ്ങനെയാണ് ഹെജിമണി വർക്ക് ചെയ്യുന്നതെന്നും, ഹെജിമണി ബ്രാഹ്മണിക്കൽ ഹെജിമണി ആണെങ്കിൽ ആ ഹെജിമണി എങ്ങനെയാണ് RSS ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചും ഈ രാഷ്ട്രീയ ബോധ്യം നമുക്ക് കൃത്യമായിട്ടുണ്ട്. റോണിക്കെ ബേബി, ഇപ്പോൾ സുരേഷ് ഗോപിയിലൂടെ BJP സംഘപരിവാറൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. അതിന് ഞാൻ അതിൽ മനസ്സിലാക്കുന്നത് കൃത്യമായി അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അത് അംഗീകരിക്കപ്പെടാൻ മുകളിൽ ആളുകളുണ്ട്. ഇല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഈ വിധമൊന്നും ഇവിടെ ഇടപെടാൻ കഴിയില്ല. സംസ്ഥാന നേതൃത്വത്തിൽ അതിനുള്ള അഭിപ്രായം എന്താണ്, നിലപാട് എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. അത് രണ്ടാമത്തെ വിഷയം. പക്ഷേ ഈ ഒരു ലയൻ കേരളത്തിൽ, അത് തൃശ്ശൂർ അവർക്ക് മുന്നിൽ പയറ്റി തെളിഞ്ഞ ഇടമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണോ അത് ഏറ്റവും തീവ്രമായി ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വന്നുകൊണ്ടേയിരിക്കുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ രഞ്ജിത്ത് പണിക്കർ എന്ന് പറയുന്ന ആ തിരക്കഥാകൃത്തിന്റെ സ്ക്രിപ്റ്റിന് ഒപ്പം അഭിനയിച്ച് താരമായി മാറിയ ആളാണ് സുരേഷ് ഗോപി. അതുപോലെ ഇപ്പോൾ സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഈ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, കൃത്യമായി RSSന്റെ സംഘപരിവാരത്തിന്റെ തന്നെയാണ്. RSSന്റെ സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് സുരേഷ് ഗോപിയുടെ നടപ്പാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇവിടെ ബഹുമാന്യനായ രാഹുൽ ഈശ്വർ പറഞ്ഞു, മഹാത്മാഗാന്ധിയെ പൂജനീയ ഗുരുവായി ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന RSS. ചോദ്യത്തിന് ഉത്തരം പറ. അങ്ങനെയെങ്കിൽ മഹാത്മാഗാന്ധിയെ വധിച്ച ഈ നാഥുറാം ഗോഡ്സെയുടെയും നാരായണ ആപ്തയുടെയും ചിതാഭസ്മം എന്തിനാണ് നാഗ്പൂരിലെ RSSന്റെ ആസ്ഥാനത്ത് ഇന്നും 24 മണിക്കൂർ കെടാവിളക്ക് തെളിച്ചു വെച്ച് അവിടെ ഈ പറയുന്ന RSSന്റെ കേഡർമാർ ബഹുമാനിച്ച് അവര് നിന്നും എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. എന്താ പ്രതിജ്ഞ എന്നറിയുമോ? സിന്ധുവും ഗംഗയും യമുനയും എന്നാണോ ഈ ഭാരതാംബയെ മുഴുവൻ മൂടി നിൽക്കുന്ന ഒരു രാജ്യം ഇവിടെ ഉണ്ടാകുന്നത്, അന്ന് ഈ രാജ്യത്ത് വിതറുവാൻ വേണ്ടി ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ ചിതാഭസ്മം. അതിനുവേണ്ടിയാണ് ഓരോ ശാഖയിലും ഈ പറയുന്ന ഞങ്ങൾ ഈ RSS പ്രവർത്തകർ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എന്ന് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, പ്രതിജ്ഞയുണ്ട്. ഈ RSSന് ഗാന്ധി വിധത്തിൽ പങ്കില്ലെങ്കിൽ എന്തിനാണ് നാരായണ ആപ്തയുടെയും ഈ പറയുന്ന ഈ നാഥുറാം ഗോഡ്സെയുടെയും ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഇത് വളരെ വ്യക്തമാണ്. അതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ പറയുക, എപ്പോഴും സെന്റർ ടു റൈറ്റ് ആണ്. ഞങ്ങൾ സെന്റർ ടു റൈറ്റിൽ നിൽക്കുന്നവരെല്ലാം ഞങ്ങൾക്ക് സ്വീകരിക്കും, ഞങ്ങൾ അവിടെയൊക്കെ ഞങ്ങള് അവരെ ഈ പറയുന്ന അവിടെയൊക്കെ ഞങ്ങളുടെ അജണ്ടയുടെ ഭാഗമാക്കി മാറ്റും. ഈ സെന്റർ ടു റൈറ്റ് നിൽക്കുന്നവരെല്ലാം നിങ്ങളുടെ അജണ്ടയുടെ ഭാഗമായി നിൽക്കുന്നത്. സെന്റർ ടു റൈറ്റ് എന്ന് പറയുന്നത് മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ, ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആളുകൾ. നിങ്ങൾ പറയുന്ന അവിടെയാണ് നിങ്ങളുടെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഹിന്ദുവിസത്തെ, മഹത്തായ ഹിന്ദുവിസം എന്ന ആശയത്തെ നിങ്ങൾ ഹിന്ദുത്വം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ അജണ്ടയിലോട്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്, അവിടെ കവർന്നെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് ഇവിടെ കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിച്ച രാഹുൽ ഈശ്വർ പറഞ്ഞ സെന്റർ ടു റൈറ്റ് എന്ന നാളുണ്ടോ? സ്വാമി വിവേകാനന്ദൻ നിങ്ങളുടെ അജണ്ട നിൽക്കുന്നതാണോ? സ്വാമി വിവേകാനന്ദൻ എന്ന് പറഞ്ഞത്, കേരളത്തിൽ നിന്ന് ഭ്രാന്താലയം എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, അദ്ദേഹം ഒരു പുതിയ മതം, ഒരു ദാർശനിക മതം രൂപീകരിക്കാൻ വേണ്ടി നിന്നത്. അതെന്താ? ഹിന്ദു മതത്തിലെ ജാതീയപരമായിട്ടുള്ള ഈ അസമത്വങ്ങൾ കാരണം, ഈ ബ്രാഹ്മണിക്കൽ ഹെജുമണി കാരണം അദ്ദേഹം പറഞ്ഞു ഒരു പുതിയ മതം വേണം. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു ഞാൻ സനാതന ഹിന്ദുവാണ്, ഞാൻ ഈ രാജ്യം ഇവിടെ രാമരാജ്യം വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പക്ഷേ മഹാത്മാഗാന്ധി പറഞ്ഞ രാമനാണോ നിങ്ങളുടെ രാമൻ? അയോധ്യയിൽ നിങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിച്ച രാമൻ എന്ന് പറയുന്നത് നിങ്ങൾ രാമനാ. പക്ഷെ ഗാന്ധി പറഞ്ഞത്
ഭാരതീയത്തിന്റെ സംസ്കാരത്തിന്റെ എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന രാമനെയാ. അതൊരു അംബേദ്കറിനെ, സുഭാഷ് ചന്ദ്രബോസിനെ നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ മകൻ തന്നെ പറഞ്ഞു, ഇത് സംഘപരിവാറിന്റെ രാഷ്ട്രീയമാ, ഈ രാഷ്ട്രീയത്തിന് എന്റെ പിതാവിനെ വിട്ടുകൊടുക്കുക. അദ്ദേഹം അവസാന ശ്വാസം വരെ സെക്യുലറായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടാക്കിയപ്പോൾ അതിന്റെ അകത്ത് മുസ്ലിം കേഡർ ഉണ്ടാക്കി സെക്യുലറായിരുന്നു എന്റെ പിതാവ്. എന്റെ പിതാവിനെ സംഘപരിവാർ രാഷ്ട്രീയത്തിൽ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതാണ് ഈ പറയുന്ന എന്ന് പറയുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സെൻട്രൽ റൈറ്റ് എല്ലാം നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ഇത് RSSന്റെ ഇതേവരെയുള്ള ചരിത്രത്തിൽ ഒരു മറ്റൊരാൾ നിങ്ങൾ ഓബിസി രാഷ്ട്രീയം നരേന്ദ്രമോദി OBC ആക്കി വളർത്തിക്കൊണ്ടുപോകുന്നു. എന്തിന്? ഇന്ത്യൻ അധികാരം നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി. എല്ലാ കാലത്തും ഇന്ത്യൻ ഏറ്റവും ഇന്ന് 5000 ഞാനൊന്ന് ഇടപെടുന്നു. എനിക്ക് തോന്നുന്നു റേഞ്ചിന്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് രാഹുൽ, താങ്കൾ പറയുന്നത് പൂർണ്ണമായും നമുക്ക് വ്യക്തമാകുന്നില്ല. റേഞ്ചിന്റെ പ്രശ്നമാണ് എന്നാണ് തോന്നുന്നത്. രാഹുൽ നോക്കൂ, ഈ പറയുന്ന BJP RSS എന്ത് രാഷ്ട്രീയ നൈതികതയാണ് ഉള്ളത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. സ്വാതന്ത്ര്യ സമരത്തിനോട് ചെയ്തത് പല ആവർത്തി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ BJP അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇങ്ങനെ കെ കരുണാകരനെയും ഇന്ദിരാഗാന്ധിയും ഒക്കെ കുറിച്ച് പറയുമ്പോൾ മറുചേരിയിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇവരൊക്കെയും എടുത്ത നിലപാടുകൾ, അവർ അന്നത്തെ RSSനോട് അന്നത്തെ സംഘപരിവാറിനോട് ചെയ്ത നിലപാടുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ വാസ്തവത്തിൽ ജയിലിൽ കിടന്ന വാജ്പേയിയും ബാലാസാഹിബ് ദേവറസും ഒക്കെ ഇന്ത്യക്ക് മാപ്പപേക്ഷ എഴുതിയവരാണ്. അപ്പോൾ എന്ത് രാഷ്ട്രീയ നൈതികതയാണ് രാഹുൽ ഈശ്വർ പറയുന്ന, ക്ഷമിക്കണം എനിക്ക് ഒന്നിലധികം തവണ അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്, രാഹുൽ ഈശ്വർ പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്, ഈ ഒരു ആശയത്തിനുള്ളത്? രാഹുൽ ഈശ്വർ, ഒരു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, റോണി ബേബി സാർ പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ ഗോഡ്സെയുടെ ആഷ് സൂക്ഷിക്കുന്നത് ഹിന്ദു മഹാസഭക്കാരാണ് പൂനെയിലെ ശിവാജി നഗറിൽ സൂക്ഷിക്കുന്നത്, RSSകാരല്ല. ഹിന്ദു മഹാസഭ മറ്റൊരു ഓർഗനൈസേഷനാണ്, RSS മറ്റൊരു ഓർഗനൈസേഷനാണ്. രണ്ട്, അവർക്ക് കുറെ കൂടെ തീവ്രമായ അഭിനവ് ഭാരത് എന്നൊക്കെ പറയുന്ന ഒരു സംഘടന കൂടിയുണ്ട്. അവരാണ് ഈ മലേഗാവ് ബ്ലാസ്റ്റിൽ നമ്മുടെ പ്രസാദ് പുരോഹിത്തിൻ്റെ ഒക്കെ ആൾക്കാർ. അത് ഈ എക്സ്ട്രീം റൈറ്റ് വിങ് ലൈനാണ്. കാര്യം ഇതിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. RSS വേറെ, ഹിന്ദു മഹാസഭ വേറെ, അഭിനവ് ഭാരത് വേറെ, വീര സവർക്കർ ലൈൻ വേറെ. വീര സവർക്കർ പോലും RSSകാരനായിരുന്നില്ല. അപ്പം ഈ വ്യത്യസ്ത ലൈനുകളും ന്യൂവാൻസുകളും ഉണ്ടെന്നൊരു സബ്മിഷൻ. രണ്ട്, എന്നെ എങ്ങനെ പേര് മാറി വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ രാജീവ് ഗാന്ധിയുടെ ആരാധകനായിരുന്നു എൻ്റെ അച്ഛനും. അങ്ങനെ രാജീവ് ഗാന്ധിയുടെ മോന് രാഹുൽ എന്ന് പേരിട്ടുകൊണ്ടാണ് എനിക്കും കൂടി രാഹുൽ എന്ന് പേരിട്ടതെന്നാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരു കാലത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ബഹുമാനവും ഇഷ്ടമൊക്കെയാണ്. അങ്ങനെ പേര് മാറി വിളിക്കുന്നതിന് വിഷമമൊന്നുമില്ല. പക്ഷേ ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എമർജൻസി കഴിഞ്ഞിട്ട് എത്ര കാലമായി? നമുക്ക് എന്താ പ്രശ്നം? 30 വർഷം മുമ്പ് ഇത് പറഞ്ഞു, അല്ലെങ്കിൽ 50 വർഷം മുമ്പ് ഇത് പറഞ്ഞു, 100 വർഷം മുമ്പ് ഇത് പറഞ്ഞു എന്നല്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ തർക്കം ഉണ്ടെങ്കിൽ അതിനപ്പുറത്തുള്ള സമന്വയവും സമവായവും ഉണ്ടാക്കുന്ന ഒരു മനോഭാവമല്ലേ നമുക്ക് വേണ്ടത്. ശ്രീ ലാല് പറയുന്ന സ്റ്റേഡിയം ഇതൊന്ന് കേൾക്കൂ. ഇപ്പോൾ രാഹുൽ പറഞ്ഞ ഏതെങ്കിലും ഒക്കെ കാലത്ത് പറഞ്ഞ ചരിത്രം ശരി, അതിനെ മാറ്റിവെക്കുന്നു. പക്ഷേ ഈ വർത്തമാന കാലത്തിൽ ഇതേ രാഷ്ട്രീയ പ്രസ്ഥാനം പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതല്ലേ? അതല്ലേ ഇവിടെ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇതേ നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് എന്താണ്? പണ്ട് പറഞ്ഞത് എന്തോ അത് തന്നെ, ഒരു മാറ്റവും വന്നിട്ടില്ല. സത്യസന്ധമായി പറയാം, ഞാൻ നരേന്ദ്രമോദിജിയെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിക്ക് എന്നെ ഗസ്റ്റായി വിളിച്ചിട്ടുണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ അവസരവും കിട്ടിയിട്ടുണ്ട്. മറ്റേ വിവേകാനന്ദൻ്റെ ഒരു ജന്മശതാബ്ദിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയാവുന്നതിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബെൻസ്വാര പ്രസംഗം അടക്കമുള്ള, മംഗലസൂത്രം അടക്കമുള്ള പ്രസംഗങ്ങൾ അദ്ദേഹം ഒരു കാരണവശാലും പറഞ്ഞുകൂടാത്തതായിരുന്നു. നമ്മുടെ രാജ്യത്തിന് എന്നും ഒരു വേദനയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സ്കാർ ഇൻ ദ സോളായി കിടക്കാൻ പോകുന്ന പ്രസംഗങ്ങളാണ്. അദ്ദേഹം അത് ഇനിയെങ്കിലും അദ്ദേഹം ഇപ്പോൾ RSS അടക്കമുള്ള വിമർശിക്കുമ്പോൾ ഇനിയെങ്കിലും അദ്ദേഹം പുനർചിന്തനം നടത്തുന്നു. അല്ലല്ല, നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഈശ്വർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒക്കെ കാലത്ത് നമ്മൾ പറഞ്ഞുപോയ ചരിത്രം വിസ്മൃതിയിലേക്ക് പോയിട്ടില്ല. അവിടെ തന്നെയാണ് ഈ BJPയുടെയും RSSന്റെയും നേതാക്കളൊക്കെയും ഇപ്പോഴും നിൽക്കുന്നത്. അത് അവസരം കിട്ടുമ്പോൾ അതിശക്തമായി അവർ പറയും, അല്ലാത്ത ഇടങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച് പറയും. കേരളം പോലുള്ള ഇടങ്ങളിൽ സുരേഷ് ഗോപി പറയുന്നത് പോലെ പറയും. അങ്ങനെയല്ല അസിത, എനിക്കൊരു 30 to 45 സെക്കൻഡ്സ് തരണം. ഒരു പക്ഷേ അസിത ഒന്നും ചിന്തിച്ചില്ല, സാധ്യതയില്ലാത്തൊരു ആംഗിൾ ഞാൻ പറയാം. അതായത് ഞങ്ങൾ ഹിന്ദുക്കൾക്കൊരു പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക്, മുസ്ലിം സഹോദരങ്ങൾക്ക് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ഒത്തുകൂടാൻ ഇടമുള്ളതുപോലെ, അല്ലെങ്കിൽ പരിശുദ്ധ ബൈബിളും വിശുദ്ധ ഖുറാനും ഒക്കെ ഉള്ളതുപോലെ ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് ഒരുമിക്കാൻ ഒരു സ്പേസോ ഇടവും ഇല്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, എപ്പോഴും അപ്പുറത്തൊരു ശത്രു ഉണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ എപ്പോഴും അപ്പുറത്തൊരു വില്ലനുണ്ട്. നമ്മുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നു, അതാണ് ലവ് ജിഹാദ്. നമ്മുടെ സ്ഥലം തട്ടിക്കൊണ്ടുപോകുന്നു, ലാൻഡ് ജിഹാദ്. നമ്മളുടെ ആഹാരത്തിൽ ഒരു വിഷം ചെയ്യുന്നു, തുള്ളിമരുന്ന് ജിഹാദ് വരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു
മനോരോഗമാണ്. അതായത് എപ്പോഴും അപ്പുറത്തില്ലാത്തൊരു അപരനെ വിഭാവനം ചെയ്ത് അപരൻ ഉണ്ടെന്ന് വിചാരിച്ച് ആ അപരൻ ഞങ്ങളെ ആക്രമിക്കാൻ വരികയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് പ്രതിരോധം തീർക്കണം. അതിൻ്റെയൊക്കെ ആലങ്കാരിക രൂപങ്ങളാണ് നമ്മുടെ കേരള സ്റ്റോറി അടക്കമുള്ള കാര്യങ്ങൾ. ഇത് ഞങ്ങളുടെ ഉള്ളിലെ ഒരു ആത്മീയ പ്രശ്നമാണ്, അല്ലെങ്കിൽ സ്പിരിച്വലോ, ഇനി സ്പിരിച്വൽ എന്ന വാക്ക് ലാലിന് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളിലെ മനഃശാസ്ത്രപരമായ ഒരു ക്രൈസിസ് ആണ്. എന്നും അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലേ ഞങ്ങൾക്കൊരു എനർജി ഉള്ളൂ. അപ്പുറത്ത് ഏതെങ്കിലും ശത്രു നമ്മളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാലേ ഞങ്ങൾക്ക് ഒരു ഊർജ്ജം ഉള്ളൂ. ഇതൊരു പൊളിറ്റിക്കൽ എന്നതിനേക്കാൾ ഒരു സ്പിരിച്വൽ സോഷ്യൽ ക്രൈസിസ് ആണ്. ഇതാണ് വ്യത്യസ്ത അപരനെയല്ലേ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകത്തിലൊക്കെ മുസ്ലിം എന്നും ക്രിസ്ത്യൻ എന്നും കമ്മ്യൂണിസ്റ്റ് എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ല, അത് വളരെ കറക്റ്റ് ആണ്. കുറച്ചുകൂടെ കൃത്യമായി പറയാം. ഗുരുജി ഗോൾവൽക്കർ ഒരു കാലത്ത് തെറ്റായി എഴുതിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ശത്രുക്കളാണെന്ന് ഗുരുജി ഗോൾവൽക്കർ GD സവർക്കറുടെ പുസ്തകം എഴുതുമ്പോൾ എഴുതി തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഗുരുജി ഗോൾവൽക്കർ മാറി പിന്നീട് യൂണിഫോം സിവിൽ കോഡ് പോലും പാടില്ലെന്നും അപരൻ തന്നെയാണ് ഇത്, അത് എഴുതി വെച്ചിട്ടുണ്ട്. ഗുരുജി അല്ലല്ല, ദയവായി ഇമ്പോർട്ടന്റ് ആണ്. ഇത് എഴുതി വെച്ച ഗുരുജി ഗോൾവൽക്കർ അല്ല ഇത് എഴുതി വെച്ച ഗുരുജി ഗോൾവൽക്കർ അടി പോലും പിന്നിലേക്ക് പോയിട്ടില്ല. ഇത് എഴുതി വെച്ച ഗുരുജി ഗോൾവൽക്കർ പിന്നീട് ഇവോൾവ് ചെയ്യുകയും ദയവായി ശ്രദ്ധിക്കൂ, ഇത് എഴുതി വെച്ച ഗുരുജി ഗോൾവൽക്കർ പിന്നീട് ഇവോൾവ് ചെയ്യുകയും മഹാത്മാഗാന്ധിയാണ് ശരിയെന്ന് തിരിച്ചറിയുകയും യൂണിഫോം സിവിൽ കോഡ് പോലും മുസ്ലിം ജനസംഖ്യയെ വളഞ്ഞ വഴിയിൽ നിയന്ത്രിക്കാനുള്ള വഴിയാണ്, ഇത് പാടില്ല, നമുക്ക് യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കുമെന്നടക്കം ഗുരുജി ഗോൾവൽക്കർ അടക്കം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇതും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ശ്രീ ലാലിന് ചെക്ക് ചെയ്യാം. അതായത് വിഘടിച്ച് കിടക്കുന്ന ഹിന്ദു ജാതികളെ ഒന്നിപ്പിക്കാൻ അപ്പുറത്തൊരു ശത്രുവിനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുക. പക്ഷേ അംബേദ്കർജിക്ക് ഒരു കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. കാര്യം ജാതി ഇല്ലാതെയും ഹിന്ദുക്കൾ നിലനിൽക്കാം. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സ്വാമി വിവേകാനന്ദൻ. ഈ സമവായത്തിന്റെ വലിയൊരു തെളിവാണ് മഹാത്മാഗാന്ധി. അപ്പോൾ ആ ഗാന്ധിയുടെയും വിവേകാനന്ദന്റെയും ലൈനിൽ കൂടെ പോകാൻ ആര് ശ്രമിച്ചാലും, അതിപ്പോൾ ഇന്ന് കേരളത്തിൽ സുരേഷ് ഗോപി ആണെങ്കിലും അല്ലെങ്കിൽ ശശി തരൂർ ആണെങ്കിലും വേറെ ആരാണെങ്കിലും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ പൊതു താല്പര്യമാണ്. ലാൽകുമാർ, ഗാന്ധി ലൈനാണ് സുരേഷ് ഗോപി. നോക്കൂ, രാഹുൽ ഈശ്വർ പറഞ്ഞ വാദത്തിൻ്റെ പൊള്ളത്തരം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം വിവേകാനന്ദനെ ഉദാഹരണമായിട്ട് എടുക്കുന്നു. വിവേകാനന്ദന് ജാതി ഇല്ലാതെ നിൽക്കാൻ പറ്റും. വിവേകാനന്ദൻ ആരാണ്? സന്യാസിയാണ്. ഗാന്ധി ആരാണ്? ഗാന്ധി സന്യാസിയെ പോലെ രാഷ്ട്രീയം നടത്തിയ ഒരു മനുഷ്യനാണ്. എല്ലാം വേണ്ടാന്ന് വെച്ച് ഉള്ള വസ്ത്രം കൂടെ എടുത്തെറിഞ്ഞ് തമിഴ്നാട്ടിൽ എടുത്തെറിഞ്ഞിട്ട് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ മനുഷ്യനാണ് മഹാത്മജി. അതുപോലെ അല്ല ഒരു കമ്മ്യൂണിറ്റി. ഹിന്ദു ഒരു വ്യക്തിയെ നിങ്ങൾ എടുക്കുന്നതും ഒരു കമ്മ്യൂണിറ്റി എടുക്കുന്നതും രണ്ടാണ്. ഒരു വ്യക്തിക്ക് ചിലപ്പം വലിയ റിഫോംസ്, അയാൾക്ക് ഒരു സെൽഫ് റിഫോം നടത്താൻ പറ്റും. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് എ കമ്മ്യൂണിറ്റി ക്യാൻ. ബോത്ത് ആർ ഡിഫറെന്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? കമ്മ്യൂണിറ്റി എന്ന ആസ്പെക്ട് അനുസരിച്ച് എടുത്തു കഴിഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ഈ പറയുന്ന ജാതീയതയിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയിട്ടില്ല, ഒരിക്കലും പറ്റിയിട്ടില്ല. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മറ്റേ കമ്മ്യൂണിറ്റിയിൽ ജാതീയത ഉണ്ടോ എന്ന് ചോദിക്കാം. അത് നമുക്ക് വേറൊരു ഡിബേറ്റ് ആണ്. ഞാൻ ഹിന്ദു കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഈ പറയുന്ന അംബേദ്കർ വേറൊരു മതത്തിലേക്ക് പോയില്ലേ? ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു മതത്തിലേക്ക് പോയില്ലേ? അപ്പം നിങ്ങൾ ഒരു പേഴ്സണെ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റിയുടെ എക്സാമ്പിൾ പറയാൻ പറ്റില്ല. കമ്മ്യൂണിറ്റി അറ്റ് ലാർജ് വാട്ട് ഈസ് ഇറ്റ് ഡൂയിങ് എന്നുള്ള ചോദ്യത്തിനാണ് നമ്മൾ മറുപടി പറയേണ്ടത്. അടുത്തത് രാഹുൽ ഈശ്വർ പറഞ്ഞത് നല്ല രസകരമായി രാഹുൽ ഈശ്വർ അവതരിപ്പിച്ചു. എന്നുവെച്ചാൽ സെമറ്റിക് മതങ്ങളുടെ രീതിയിലുള്ള ഒരു സൺഡേ that we don't have. That means Hindus doesn't have, or Hindus do not have a Semitic line. ആ സെമറ്റിക് ലൈനിലേക്ക് എത്തിക്കാനാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ആണല്ലോ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞങ്ങൾക്ക് അതിൻ്റെ രാഹുൽ ഈശ്വർ പറയുന്ന വാദം എന്താ? നമുക്ക് ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഹിന്ദുക്കൾക്കല്ല, പൊളിറ്റിക്കൽ ഹിന്ദുവിനൊരു പ്രശ്നമുണ്ട്. സാധാരണ ഹിന്ദുവിന് എന്താണ്? അപ്പുറത്ത് നിൽക്കുന്ന അപരനെയും ഈശ്വരനായിട്ട് കണ്ടിട്ടുള്ള ഒരു മതമാണ് ഹിന്ദുമതം. അത് വ്യക്തിയാധിഷ്ഠിതമാണ് മതം പ്രാക്ടീസ് ചെയ്യുന്നത്, കമ്മ്യൂണിറ്റി അല്ല മതം പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ 6 സ്കൂൾ ഹിന്ദു സ്കൂളിനനുസരിച്ച് എനിക്ക് ചാർവാക സംഹിത പഠിക്കരുതോ? രാഹുൽ ഈശ്വർ ഇതിനെക്കുറിച്ച് എത്രയോ പ്രസംഗങ്ങൾ നടത്തിയിരിക്കുന്നു. രാഹുൽ ഈശ്വർ യോഗയുമായിട്ട് ബന്ധപ്പെട്ടപ്പം യോഗയുമായി ബന്ധപ്പെട്ട ഈ 6 ഹിന്ദു സ്കൂളിൽപ്പെട്ടതാണ് യോഗ എന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വർ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്തൊരു ചാർവാകനായി ചാർവാക സംഹിത ഉൾക്കൊണ്ട് എനിക്ക് മുന്നോട്ട് നീങ്ങരുതോ? ഇതിനെല്ലാം പോസിബിലിറ്റീസ് ഹിന്ദു മതം നൽകുന്നുണ്ട്. അത് സെമിറ്റിസൈസ് ചെയ്യാൻ പറ്റുന്നൊരു മതമല്ല. ആ സെമിറ്റിസൈസ് ചെയ്യേണ്ടതിൻ്റെ ലക്ഷ്യം എന്താണ്? അപ്പുറത്തൊരു അപരനെ വേണം. എന്തിനാ അപ്പുറത്ത് അപരനെ ഉണ്ടാകുന്നത്? എനിക്കപ്പുറത്ത് മുസ്ലിം എന്ന് പറഞ്ഞൊരു അപരനെ വേണ്ട. ഞാൻ ഹിന്ദുവായി ജീവിക്കാൻ, ഞാൻ ഹിന്ദുവായി തന്നെ ജീവിക്കുന്ന ആളാണ്. എനിക്കൊരു സംശയം വേണ്ട കാര്യത്തിൽ. ഞാൻ ഹിന്ദുവായി തന്നെ ജീവിക്കുന്ന, അപ്പുറത്തെ മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ ഒരു അപരനെയും എനിക്ക് വേണ്ട ഈ മതത്തെക്കുറിച്ച് പഠിക്കാൻ. ഈ മതത്തെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുമാണ്. പക്ഷെ കുഴപ്പം എന്താ? നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ RSSന് വേണം, അപ്പുറത്തൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ തന്നെ വേണം.
എന്നാലേ പൊളിറ്റിക്സ് നടക്കത്തുള്ളൂ. ഞാനൊരു പൊളിറ്റിക്കൽ ഹിന്ദു ആണെങ്കിൽ എന്റെ കൾച്ചറൽ നാഷണലിസമാണ് ഇവിടെ പ്രിവെയിൽ ചെയ്യപ്പെടേണ്ടതെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്റെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഈ നാട്ടിൽ അടിയുറച്ച് നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഞാൻ അവരനെ ക്രിയേറ്റ് ചെയ്യും. കാര്യം എന്നാ, പൊളിറ്റിക്കൽ ഹിന്ദുവിന് വേണ്ടത് അപ്പുറത്തോട് പൊളിറ്റിക്കൽ അതറാണ്. അതിന് ആ പൊളിറ്റിക്കൽ അതറിനെ ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന റിലീജിയനിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അപ്പുറത്തൊരാളെ വേണ്ടത്. രാഹുൽ ഈശ്വറിന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, രാഹുൽ ഈശ്വറിന് ഹിന്ദു മതം പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്തിനാണ് അപ്പുറത്തൊരാള്? രാഹുൽ ഈശ്വർ ഈ പറയുന്ന അപ്പുറത്ത് ഇസ്ലാം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സാധനം പ്രാക്ടീസ് ചെയ്യത്തില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ സാധനത്തിനെ ഒരു കമ്മ്യൂണിറ്റി ആക്കണം, സെമറ്റസൈസ് ചെയ്യണം. കമ്മ്യൂണിറ്റി ആക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് രാഷ്ട്രീയം നടക്കൂ. പ്രൊഫസർ റോണി കെ ബേബി, ഇവിടെ മതവും രാഷ്ട്രീയവും വ്യക്തികളും ഒക്കെ ഒന്നായി തീരുന്ന ഏറ്റവും അപകടകരമായ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സിലേക്ക് ചർച്ചകളെ കൊണ്ടുപോകാനെങ്കിലും സുരേഷ് ഗോപിയിലൂടെ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ആ അപകടം തിരിച്ചറിയുന്നുണ്ടോ? ഞാൻ അസിതാദിന്റെ അപകടം കൃത്യമായി ഞാൻ പറയാം. ഇവിടെ രാഹുൽ ഈശ്വർ എത്ര നിഷ്കളങ്കമായിട്ട് പറയുന്നത്, ഗുരുജി ഗോൾവാൾക്കർ നിലപാട് മാറ്റിയത്രേ. ഗുരുജി ഗോൾവാൾക്കർ എഴുതി വെച്ച വിചാരധാര അതാണ് സംഘപരിവാർ പിന്നിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ കണ്ടതും മണിപ്പൂരിൽ കണ്ടതും ഇന്ത്യയിൽ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന വിചാരധാരയാണ്. ഞാൻ ഒരു കാര്യം കൃത്യമായി പറയട്ടെ, 1959 ബോംബെ IIT നടത്തിയ പ്രഭാഷണത്തിൽ ഗുരുജി ഗോൾവാൾക്കർ പറയുന്നു, കേരളത്തിൽ നമ്പൂതിരി സമുദായം നടപ്പാക്കിയ അല്ലെ ബ്രാഹ്മണ സമുദായം നടപ്പാക്കിയ സംബന്ധം ബ്രാഹ്മണ സമുദായത്തിൽ മൂത്ത മകന് മാത്രം വേളി, ബാക്കിയുള്ള ഇളയ ആൺമക്കൾ മുഴുവൻ സംബന്ധം നാട് മൊത്തം നടന്ന് സംബന്ധം കൂടാം. സംഘപരിവാരത്തിന്റെ അജണ്ടയായിരുന്നു എന്താണ്? ബാക്കി ജാതിക്കാരന്റെ ഉദരത്തിൽ, ജാതിക്കാരന്റെ കുടുംബത്തിൽ ബ്രാഹ്മണന്റെ സന്തതിയെ ഉണ്ടാക്കുവാനുള്ള RSS അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അജണ്ടയുടെ ഭാഗമായിരുന്നു ഗുരുജി ഗോൾവാൾക്കർ. അത് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന സുരേഷ് ഗോപിയിലൂടെയും കേരളത്തിൽ നടപ്പാക്കുന്നത്. ഇന്ന് എല്ലാവരെയും ഈ പറയുന്ന സൂചിപ്പിച്ചുകൊണ്ട് സംശീകരിച്ചുകൊണ്ട് ഈ ചരിത്ര പുരുഷന്മാരെയെല്ലാം മാറോട് ചേർത്തുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ വൈകാരികമായി കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് RSS അവരുടെ ഉപകരണമാണ് സുരേഷ് ഗോപി. എങ്ങനെയാണ് AB വാജ്പേയിയെ, എങ്ങനെയാണ് ഈ പറയുന്ന LK അദ്വാനിയെ, എങ്ങനെയാണ് ഈ പറയുന്ന നരേന്ദ്രമോദിയെ കൊണ്ടുവന്നത്, അതുപോലെ BJP കേരളത്തിൽ RSS കേരളത്തിൽ അണിയിച്ചൊരുക്കി അവതരിപ്പിക്കുന്ന പ്രതിഷ്ഠിക്കുന്ന അവരുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു ഉപകരണമാണ് ഈ പറയുന്ന സുരേഷ് ഗോപി. ഇതിന്റെ അപകടം പൊളിച്ചു കാട്ടുക എന്നതാണ് കേരളത്തിലെ മതേതര മനസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നോട് എന്നോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. രാഹുൽ ഈശ്വർ, ചുരുങ്ങിയ വാക്കുകളിൽ വേണം മറുപടി. ഇപ്പോൾ ഞാൻ രാഹുൽ ഈശ്വർ വിഷയത്തിലേക്ക് വരണം, ദയവായി, സമയമില്ല, അതുകൊണ്ടാണ്. സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന V മുരളീധരനെ ആയാലും രാജീവ് ചന്ദ്രശേഖരനെ ആയാലും അതിന് മുൻപ് വന്ന അൽഫോൺസ് കണ്ണൻ എല്ലാവരെയും തള്ളി പറയുകയാണ്. അപ്പോൾ താങ്കൾ സുരേഷ് ഗോപി നന്മയുടെ ശരി, സുരേഷ് ഗോപി നന്മ മരമാണെങ്കിൽ ഇതിന് മുൻപുണ്ടായിരുന്നവരിലൊക്കെ ആ നന്മ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പരാമർശിക്കുക പോലും ചെയ്യാത്തത്. സുരേഷ് ഗോപിക്ക് സ്വതന്ത്ര സ്പേസ് കൂടിയുള്ള BJPയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. ശ്രീ ശശി തരൂരിനെ പോലെ അദ്ദേഹത്തിന് സ്വതന്ത്ര സ്പേസ് ഉണ്ട്, പക്ഷേ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. മുമ്പ് CPMന്റെ സെബാസ്റ്റ്യൻ പോൾ സാറിന് ഒരു സ്വതന്ത്ര സ്പേസ് ഉണ്ട്, എന്നാൽ CPMനോട് ചേർന്ന് നിൽക്കുന്ന പോലെ അങ്ങ് ഓർക്കുക റോണി സാർ, ഗാന്ധിജി മതേതരവാദി ആയിരുന്നില്ല. അങ്ങ് ഈ ചർച്ചയിൽ 9 തവണ മതേതരത്വം എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഗാന്ധിജി മതസൗഹാർദ്ദവാദിയായിരുന്നു. ആ ലൈനിൽ ആരെങ്കിലും പിടിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആരെയും പറഞ്ഞകറ്റുന്നല്ല. ഒരു വരി പറഞ്ഞു നിർത്തിക്കോട്ടെ, മഹാത്മാഗാന്ധിക്ക് RSSനെ കുറിച്ച് അഭിപ്രായമില്ല. ഗാന്ധിജി RSSന്റെ ക്യാമ്പിൽ പോയിട്ടുണ്ട്, ഗാന്ധിജി ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പോയിട്ടുണ്ട്. ആരെയും തള്ളി അകറ്റലല്ല, എല്ലാരെയും ചേർത്ത് പിടിക്കലാണ് ഇന്ത്യയുടെ അടിസ്ഥാനം. ആ ഗാന്ധിയാണ് അങ്ങയുടെ പാർട്ടിയുടെ നേതാവ്. അത് സാറ് മറന്നുപോയോണ്ടാണ്, കോൺഗ്രസ് പാർട്ടി മറന്നുപോയോണ്ടാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ ബാക്കിയുള്ളവർക്ക് സ്പേസ് കിട്ടിയത്. അല്ല, അത് ആ ഗാന്ധിയെ നിങ്ങൾ മറന്നുപോയതുകൊണ്ടാണ് ഈ നാട്ടിൽ ബാക്കിയുള്ളവർക്ക് സ്പേസ് കിട്ടുന്നത്. ഗാന്ധിജി RSSന്റെ വേദികളിലേക്ക് കടന്നു ചെന്ന വ്യക്തിയാണ്, ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് കടന്നു ചെന്ന വ്യക്തിയാണ്. ഗാന്ധിജി നമ്മുടെ എല്ലാവരുടെയും ലെഗസിയാണ്. ഗാന്ധിജി ആരുടെയെങ്കിലും ഒരാളുടെ കുത്തകയല്ല. മഹാത്മാഗാന്ധി ഈ രാജ്യത്തെ എല്ലാവരുടെയും ലെഗസിയാണ്. മഹാത്മാഗാന്ധിയുടെ പാതയിലേക്ക് നിങ്ങൾ പോണം, തള്ളി അകറ്റലല്ല, കൂടെ നിർത്തലാണ്. ആ മനോഭാവമാണ് ഗാന്ധിയൻ മനോഭാവം. ചോദ്യമില്ല, ഒരു മിനിറ്റ് വേഗം. അല്ല, മഹാത്മാഗാന്ധിയുടെ പാതയിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധിയുടെ പാതയിലേക്ക് പോകണം എന്ന് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ? മഹാത്മാഗാന്ധി അങ്ങ് കൊല്ലുക എന്നുള്ളതാണ്. ആദ്യം മഹാത്മാഗാന്ധി അങ്ങ് കൊല്ലുക, അത് കഴിയുമ്പോൾ പിന്നെ മഹാത്മാഗാന്ധിയുടെ പാതയിൽ പോകാമല്ലോ. അതാണല്ലോ ഇവിടെ നടക്കുന്നത്.
നോക്കൂ, ഇവിടെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു. സുരേഷ് ഗോപി ഫാർ റൈറ്റ് ആയ RSSന്റെ BJP കൂട്ടത്തിൽ നിന്ന് ഈ പറയുന്ന മിഡിൽ റൈറ്റ് പൊസിഷൻ എടുക്കാൻ പറ്റുമെന്ന് പറയുന്നതിന് എന്തർത്ഥമുള്ളേ? ഞാൻ പറഞ്ഞ പോലെ ഫാർ ലെഫ്റ്റിൽ നിൽക്കുന്ന ഞാൻ ഇപ്പം മിഡിൽ ലെഫ്റ്റ് എടുക്കുമെന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമുള്ളേ? അതൊരു വാദത്തിന് വേണ്ടി ആൾക്കാരെ പറ്റിക്കാനായിട്ട് പറ്റിപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ ആൾക്കാർക്ക് ഇത് മനസ്സിലാകും. രാഹുൽ ഈശ്വർ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇന്റലക്ച്വൽ ഓഡിയൻസ് ആർ ഓൾസോ വാച്ചിങ്. അല്ല ലാൽകുമാർ, ആ സ്പേസ് ബിജെപിയുടെ നേതാക്കൾ തന്നെ സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലോ? കാരണം അതിലൂടെ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് അവരുടെ രാഷ്ട്രീയം പറയാൻ സാധിക്കൂ. അത് കള്ളത്തരമാണെന്നല്ലേ നമ്മൾ പറയുന്നത്. നമ്മുടെ പ്രഥമമായ വാദം എന്താ? സുരേഷ് ഗോപി ഇങ്ങനൊരു പൊസിഷൻ എടുക്കുന്നില്ല എന്ന് നമുക്ക് വാദമില്ല. സുരേഷ് ഗോപി ഇപ്പം നോക്കൂ, സെന്റർ റൈറ്റ് എന്ന് പറയുന്ന പൊസിഷനാണ് സുരേഷ് ഗോപി എടുത്ത് കളിക്കുന്നതെന്നുള്ള കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഐക്യപ്പെടാം. പക്ഷെ കുഴപ്പം ആ ഉഡായിപ്ലിക്കേഷൻ നടക്കുന്നത് ഫാർ റൈറ്റിനെ ഉറപ്പിക്കാനാണല്ലേ നമ്മൾ പറയുന്നത്. ഫാർ റൈറ്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള പണിയാത്. നിങ്ങൾ മിഡിൽ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ ബാക്കിയുള്ള രാഷ്ട്രീയക്കാരെ എല്ലാം അപ്രോപ്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള കളിയാന്നുള്ളതാണ് നമ്മുടെ വാദം. അതിന് ഒരു സംശയവും വേണ്ട. അവർ ഫാർ റൈറ്റ് എന്നോ ലെഫ്റ്റ് എന്നോ നായനാർ ഇവരുടെ കൂട്ടത്തിലുള്ളതായിരുന്നൊക്കെ അവർ പറയും. കാര്യം എന്താ? അവർക്ക് പറഞ്ഞ് സ്ഥാപിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അത് അവസാനം എന്ത് വിജയിക്കും എന്ന ചോദ്യത്തിന് RSSന്റെ രാഷ്ട്രീയമാണ് ഇവിടെ പ്രിവെയിൽ ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തായാലും ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. വളരെ നന്ദി ലാൽകുമാർ, രാഹുൽ ഈശ്വർ, പ്രൊഫസർ റോണി കെ ബേബി.